السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ അധ്യക്ഷൻ ജമാൽ സാഹിബ്, വേദിയിലിരിക്കുന്ന നജീബ് സാഹിബ്, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ആദ്യമായി പ്രബന്ധ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ച എന്റെ സുഹൃത്ത് ഹക്കീം സാഹിബിനെ അഭിനന്ദിക്കുകയാണ്. ചെറുപ്പക്കാരനാണ്, യുവാവാണ്. ഇനിയും കൂടുതൽ സാധ്യതകളെ അദ്ദേഹം മുന്നിൽ കാണണം. വായനയുടെയും പഠനത്തിന്റെയും എഴുത്തിന്റെയും ലോകത്തേക്ക് കൂടി തിരക്ക് പിടിച്ച പ്രവാസി ജീവിതത്തിനടക്ക് ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹത്തെ പോലെ തന്നെ എന്റെ മുഴുവൻ സഹോദരന്മാരും സമയം കണ്ടെത്തണം എന്നുകൂടി കൂട്ടത്തിൽ ഉണർത്തുകയും ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് പ്രതിവിധിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം. ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യം ഒരുപക്ഷെ നാട്ടുകാരേക്കാൾ കൂടുതൽ വളരെ ഉത്കണ്ഠയോടെ പ്രവാസികൾ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇന്നലെയും ഇന്നുമൊക്കെയായി ഏറെ ഭയാനകമായ ഒരന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പരാമർശിക്കാതെ വിഷയത്തിലേക്ക് കിടക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോംബെയെ ഞെട്ടിച്ച അല്ലെങ്കിൽ വിറപ്പിച്ച, ഒരുപക്ഷെ ഇന്നുവരെ ഇല്ലാത്ത ബഹുമുഖ സ്വഭാവത്തോടുകൂടിയുള്ള ശക്തമായ ആക്രമണങ്ങൾ ഭീകരരുടെ ഭാഗത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുകയാണ്. മനുഷ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ശക്തമായി അപലപിക്കേണ്ടുന്ന സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്നത്. നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത് ഒരർത്ഥത്തിലും ന്യായീകരിക്കാവതല്ല. അതുകൊണ്ട് തന്നെ ബോംബെ ബോംബ് സ്ഫോടനം, അതുപോലെ തന്നെ ബോംബെ ബോംബ് സ്ഫോടനത്തെ പോലെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരരുടെ ഏറ്റുമുട്ടലും അത്യന്തം അപലപനീയമാണ്. സ്വതന്ത്രവും വസ്തുനിഷ്ഠവുമായ അന്വേഷണത്തിലൂടെ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കേണ്ടതാണ്. മുൻവിധിയോടും പരമ്പരാഗതമായ രീതിയിലൂടെയുമുള്ള അന്വേഷണങ്ങളല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഈയിടെയായി ചരിത്രത്തിലില്ലാത്ത സത്യസന്ധമായ ചില അന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവന്മാർ ഇതിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് വിശകലനം ചെയ്യപ്പെടേണ്ടതും ഗൌരവത്തോടുകൂടി തന്നെ വിലയിരുത്തപ്പെടേണ്ടതുമാണ്. ബോംബ് സ്ഫോടനങ്ങളും വെടിവെപ്പുകളും ആഘോഷമാക്കുന്ന നമ്മുടെ ചാനലുകൾക്ക് അത്തരം വിശകലനങ്ങളിൽ താൽപര്യമുണ്ടാകാറില്ല. മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വർഗീയ ഫാസിസ്റ്റുകളെ കണ്ടെത്തിയ, അതിനെ തുടർന്ന് മക്ക മസ്ജിദ്, അജ്മീർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ നിരവധി ബോംബ് സ്ഫോടനങ്ങളിൽ മുസ്ലിം സിംബലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകൾ നടത്തിയ ഗൂഢശ്രമത്തെ പുറത്തുകൊണ്ടുവന്ന ഹേമന്ത് കാക്കറെ പോലെയുള്ള 3 ATS തലവന്മാർ ഈ അറ്റാക്കിങ്ങിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രവും വസ്തുനിഷ്ഠവുമായ അന്വേഷണത്തിലൂടെ ഇതിന്റെ പിന്നിലുള്ള പ്രതികളെ കൊണ്ടുവരുവാൻ
ഗവൺമെന്റ് ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പലപ്പോഴും സംഭവിക്കാറുള്ളത് രാഷ്ട്രീയ വാക്പയറ്റുകളും മീഡിയകളുടെ ആഘോഷങ്ങളും കഴിഞ്ഞാൽ ഇത് ചരിത്രത്തിന്റെ ഭാഗമായി തീരാറാണ് പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഗൌരവത്തോടുകൂടിയുള്ള ഒരു സമീപനം നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സ്വസ്ഥ്യം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതു ഭരണകൂടത്തിനും സാധിക്കുകയില്ല എന്നതാണ് സമകാലിക സാഹചര്യം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യ എവിടെ എത്തി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. 6 പതിറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാരനെ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച ഇന്ത്യൻ ജനത 6 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് വളരെ ഗൌരവപൂർവ്വം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ മൺമറഞ്ഞുപോയ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ശ്രീ KR നാരായണൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തുപോവുകയാണ്. രാജ്യം ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നുവെന്ന് ഒരു വേള അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ സെക്യുലറിസം പാശ്ചാത്യൻ സെക്യുലറിസമല്ല. ഇന്ത്യയുടെ ഡെമോക്രസി പാശ്ചാത്യൻ ഡെമോക്രസിയല്ല. അതിനപ്പുറത്ത് ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറയുമ്പോൾ മതനിരപേക്ഷമായ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തെല്ലാം അടിത്തറകളിലാണോ ഈ രാജ്യം കെട്ടിപ്പടുക്കപ്പെട്ടത്, ആ അടിത്തറകൾ ഓരോന്നായി അധികാരിവർഗത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് പരിക്കേൽപ്പിക്കുന്ന നീക്കങ്ങളാണ് വർഗീയ ഫാസിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തെയും ദേശീയ താൽപര്യങ്ങളെയും സ്വാതന്ത്ര്യബോധത്തെയും പണയപ്പെടുത്തുന്ന സമീപനങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത സാമ്രാജ്യത്വ അനുകൂല സമീപനത്തിലൂടെ രാജ്യം പണയപ്പെടുത്തിയത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ നിലപാട് രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ജനങ്ങൾ ഈ വസ്തുതയെ വസ്തുനിഷ്ഠമായി വിലയിരുത്തേണ്ടതുണ്ട്. കക്ഷി താൽപര്യങ്ങൾക്ക് അതീതമായ വിശകലനങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. രാജ്യത്തെ വർഗീയ ഫാഷിസം ഇന്ന് രാജ്യത്തിന്റെ സകല സംവിധാനങ്ങളെയും ബാധിച്ചിരിക്കുന്നു. ഒരത്ഭുതം കണക്കെ ജുഡീഷ്യറിയും അതുപോലെ തന്നെ നമ്മുടെ ബ്യൂറോക്രസിയെയും ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ തലങ്ങളെയും വർഗീയ ഫാഷിസം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫാഷിസത്തിന്റെ പ്രയാണം ആരംഭിക്കുന്നത് അടുത്ത കാലത്തല്ല. പക്ഷേ ഇന്നും വർഗീയ ഫാസിസ്റ്റുകൾ ചേർക്കപ്പെടാറില്ല. അവരുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടാറില്ല. വർഗീയ ഫാസിസം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയ 1-ാം തീയതി തന്നെ ഈ രാജ്യത്ത് അവരുടെ പ്രയാണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് വിരിമാറിലേക്ക് വെടിയുണ്ടയുതിർത്തുകൊണ്ടാണ് ഫാഷിസം അതിന്റെ തേരോട്ടം ആരംഭിച്ചത്. പിന്നീട് ഗാന്ധി ഘാതകനെ പൂവിട്ട് പൂജിക്കുന്ന ഒരു പ്രസ്ഥാനം അവിടെ നിന്ന് ആരംഭിച്ച തേരോട്ടം നിരവധി ഘട്ടങ്ങളിൽ നിരവധി തവണകളിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹത്തിന് നേരെ വംശഹത്യ നടത്തിക്കൊണ്ടാണ് അവർ അവരുടെ ലക്ഷ്യങ്ങൾ പ്രാപിച്ചിട്ടുണ്ടായിരുന്നത്. 1992 ബാബരി മസ്ജിദ് ധ്വംസനം ഇതിന്റെ ഏറ്റവും നല്ല ഒരടയാളക്കുറിയാണ്. പിന്നീട് ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ഗുജറാത്തിൽ നടന്ന വംശഹത്യയാണ്. ആയിരക്കണക്കിന് ആളുകളെ ക്രൂരമായി കശാപ്പ് ചെയ്ത ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ക്രൂരമായ, ഒരുപക്ഷെ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ സംസ്ഥാനത്ത് തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട ഒരു ചരിത്രസന്ധിയായിരുന്നു ഗുജറാത്തിൽ നടന്ന വംശഹത്യ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് കൂടി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒറീസയിൽ നടന്ന സംഭവങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒറീസയിൽ നിങ്ങൾക്കറിയാം, ഒറീസയിൽ ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് നേരെ ശക്തമായ അതിക്രമങ്ങൾ നടന്നു. കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അതുപോലെ തന്നെ അതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന
മിഷനറി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വിദേശിയെ ചുട്ടുകൊന്നു കുടുംബത്തോടൊപ്പം. ഇങ്ങനെയുള്ള നിരവധി വംശഹത്യാപരമായ നിലപാടുകളാണ് വർഗീയ ഫാസിസ്റ്റുകൾ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവേള ഒറീസയിലെ പാവപ്പെട്ട ആദിവാസികൾ അവർ വെള്ളവും ഭക്ഷണവുമില്ലാതെ അവർ ഒരു ഘട്ടത്തിൽ മതം മാറ്റത്തിന് വിധേയരായിക്കൊണ്ട് മാന്യമായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോഴാണ് അവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായത്. അവരോട് ഫാസിസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് മതം മാറുന്നത് എന്ന്. അവരുടെ മുമ്പിൽ ഉയരുന്ന ഒരു മറുചോദ്യമുണ്ട്, ജാതി വിവേചനത്തിന്റെയും വർണ്ണവിവേചനത്തിന്റെയും പട്ടിണി കിടക്കുന്ന ഒരു ജനവിഭാഗത്തിന് മര്യാദയ്ക്ക് കൂലി കൊടുക്കാതെ അടിമപ്പണി ചെയ്യിച്ചതിന്റെയും അനിവാര്യമായ ഫലത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട ഇത്തരത്തിലുള്ള താൽപര്യങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിലൂടെയായിരുന്നു അവർ ഇതിനെ പ്രതിരോധിക്കേണ്ടിയിരുന്നത്. അവസാനം ഒറീസയിൽ നിന്ന് കാടുകളിലേക്ക് വനങ്ങളിലേക്ക് അവർ ഓടിക്കയറി. അവർ കാടുകളിലേക്ക് ഓടിക്കയറുമ്പോൾ ആ കാടുകളിൽ സിംഹം ഉൾപ്പെടെയുള്ള ഹിംസ്ര ജന്തുക്കളുള്ള വനത്തിലേക്കാണ് അവർ ഓടിക്കയറുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിൽ അടുത്ത് നിന്ന് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ആ രാജ്യത്തുള്ള സഹജീവികളിൽ നിന്ന് ഓടി അഭയം പ്രാപിക്കുന്നത് ഹിംസ്ര ജന്തുക്കൾ തിങ്ങി താമസിക്കുന്ന വനത്തിലാണ്. അവർ പറഞ്ഞു, ഞങ്ങളെ UN അഭയാർത്ഥികളായി പ്രഖ്യാപിക്കണമെന്നോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവുമെങ്കിലും കിട്ടുമല്ലോ എന്നോ, ഞങ്ങൾക്ക് രാജ്യത്തിന്റെ മേൽവിലാസം വേണ്ട എന്ന്. നിങ്ങൾ ആഗ്രഹിക്കണം, ഇതാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അതിശക്തമായ വംശഹത്യയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന കാര്യം. മാലേഗാവ് സ്ഫോടനം നിങ്ങൾ വായിച്ചതാണ്. വർഗീയ ഫാസിസത്തിന്റെ ആസൂത്രിതമായ നീക്കം. മാലേഗാവ് സ്ഫോടനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട കുടുംബത്തിന് ഇപ്പോഴും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അതിന്റെ പേരിൽ 10ഓളം ഇസ്ലാമിക സംഘടനകളിൽ പ്രവർത്തിച്ച ചെറുപ്പക്കാരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തുവന്ന മക്ക മസ്ജിദ്, അതിനുശേഷം പുറത്തുവന്ന അജ്മീർ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടത് മുസ്ലിം തീവ്രവാദികൾ തന്നെ. പക്ഷേ മാലേഗാവ് സ്ഫോടനം ATSന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി അന്വേഷിച്ച് വസ്തുതകൾ പുറത്തുകൊണ്ടുവന്നപ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് എന്ന് പറയുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. ഈ രാജ്യത്തെ സൈനിക ഉദ്യോഗസ്ഥർ, ഈ രാജ്യത്തെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന സൈനിക ഉദ്യോഗസ്ഥർ നമ്മുടെ രാജ്യത്തെ അതേ പൗരന്മാരെ തന്നെ ഏതൊരു ജനതയിൽ നിന്നാണോ നികുതി വാങ്ങുന്നത് ആ ജനതയുടെ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ ഖജാനയിൽ നിന്ന് പണമെടുത്ത് നാം ശേഖരിക്കുന്ന സൈനിക സംവിധാനങ്ങളിൽ നിന്ന് RDX ഉൾപ്പെടെയുള്ള സൈനിക മെറ്റീരിയലുകൾ ഒരു ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. മാത്രമല്ല അതിനുവേണ്ടി അവർക്ക് വേണ്ടി പിരിവ് നടത്താൻ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ എഴുതുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു നീക്കമാണ് ATSന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നൂറുകണക്കിന് വർഗീയ കലാപങ്ങൾ നടമാടിയ തെരുവോരങ്ങളാണ് കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങൾ എന്ന് പറയുന്നത്. ആ ഉത്തരേന്ത്യയുടെ തെരുവോരങ്ങളിൽ നടമാടിയ കലാപങ്ങളുടെ ഇരകൾക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല. അവിടെ വേട്ടക്കാരൻ നിന്നും വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ബോംബെ കലാപവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്ന വസ്തുതകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ കലാപത്തിന്റെ നേതൃത്വം കൊടുത്ത ശക്തികൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത്. ആ ബോംബെ കലാപത്തിന്റെ പ്രതികലാപം എന്ന സ്വഭാവത്തിലാണ് മറ്റൊരു കലാപം ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. നിങ്ങളറിയണം, മതേതര ഭാരതത്തിൽ ആ കലാപത്തിന്റെ പ്രതികലാപത്തിന്റെ നേതൃത്വം കൊടുത്തവരെന്ന പേരിൽ ധാരാളക്കണക്കിന് ചെറുപ്പക്കാരെ ഇതിനകം ശിക്ഷിച്ചു കഴിഞ്ഞു. അതിന് കേതുമായ ഒന്നാമത്തെ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തമായ കക്ഷികൾ ഇന്നും പിടികൂടപ്പെട്ടിട്ടില്ല. ഇത് ഇന്ത്യയുടെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ATS തലവന്മാരുടെ നേതൃത്വത്തിൽ മാലേഗാവ് സ്ഫോടനം പുറത്തുകൊണ്ടുവരപ്പെടുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് സ്ഫോടനങ്ങൾ പുറത്തുകൊണ്ടുവരുന്നത്. മാലേഗാവ് സ്ഫോടനം സംഘടിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ട ആ ബൈക്കിന്റെ ബാക്കിൽ എഴുതി വെച്ചിരുന്നു 786 എന്ന്. അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കലാപങ്ങളിലും ഇവർ നേതൃത്വം കൊടുത്ത സ്ഫോടനങ്ങളിലും മുസ്ലിം പേരുകൾ, അല്ലെങ്കിൽ തവക്കൽതു അലല്ലാഹ്, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു സമുദായത്തിന്റെ ലേബൽ ഭീകര വിധ്വംസക പ്രവർത്തനത്തിന്റെ വർഗീയ ഫാസിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തിയെന്ന നഗ്നസത്യം ഈയിടെയായി വെളിച്ചെത്തു കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെട്ടത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാലേഗാവ് സ്ഫോടനത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ സ്വതന്ത്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന്. ഒരാളും ഭീകരതയെ അംഗീകരിക്കുന്നില്ല, ഒരു മതവും ഭീകരതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നില്ല, ഒരു തത്വശാസ്ത്രവും ഭീകരതയ്ക്ക് അംഗീകാരം നൽകിയിട്ടില്ല. ഭീകരതയ്ക്ക് മതമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ്. ഭീകരതയ്ക്ക് മതമില്ല. ഭീകരതയ്ക്ക് മതമുണ്ടെങ്കിൽ ആ മതത്തെ നിർണ്ണയിക്കുവാൻ പലരും പ്രയാസപ്പെടേണ്ടി വരും. ഒറ്റവാക്കിൽ മീഡിയകളുടെ പിൻബലത്തിൽ ഭീകരതയുടെ മതം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, ഭീകരതയുടെ വേഷം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, ഭീകരതയുടെ ആവഭാവങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ വസ്തുതയുടെ ഉള്ളവകളിലേക്ക് കടന്നു ചെന്നാൽ ഭീകരതയ്ക്ക് മതം നിർണ്ണയിക്കാൻ തീരുമാനിച്ചാൽ, ഭീകരതയ്ക്ക് തത്വശാസ്ത്രം രചിക്കാൻ തീരുമാനിച്ചാൽ ഒരു തത്വശാസ്ത്രത്തിനും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭീകരതയ്ക്ക് മതമില്ല. മതത്തിന്റെ പിൻബലത്തിലല്ല ഭീകരത നടമാടുന്നത്, മതത്തിന്റെ പിൻബലത്തിലല്ല തീവ്രവാദം നടമാടുന്നത്. അതിനുള്ള സാഹചര്യം അധികാരി വർഗത്തിന്റെ ഭാഗത്തിൽ നിന്ന് തന്നെ പലപ്പോഴും സംഭവിക്കുന്ന നയവൈകല്യങ്ങളാണ് എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തെ ഇന്ന് പിടിച്ചുകൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വർഗീയ ഫാസിസത്തിന്റെ കടന്നുകയറ്റം, വർഗീയ ഫാസിസത്തിന്റെ വളർച്ച, ബ്യൂറോക്രസിയെ സ്വാധീനിച്ചിരിക്കുന്ന അധികാര കേന്ദ്രങ്ങളിലെ വിധിപ്പുറപ്പിച്ചിരിക്കുന്ന വർഗീയ ഫാസിസത്തിന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തെ വലിയ ഒരു ജനവിഭാഗത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ സ്വയ ജീവിതത്തെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് നമ്മൾ അറിയേണ്ടതുണ്ട്, വർഗീയത പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശവും എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഇന്ന് മുതലാളിത്ത സാമ്രാജ്യത്വം ഇന്ത്യ രാജ്യത്തെ മുച്ചൂരും വിഴുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കുക സാധ്യമല്ല. അധിനിവേശത്തിന്റെ എല്ലാ മുഖങ്ങളും ഇന്ത്യക്കുമേൽ അമർന്നിരിക്കുന്നു. ആരോടാണ് നമ്മൾ പോരാടിയത്? ആരെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ചത്? നിങ്ങൾ ഓർക്കുന്നില്ലേ, ധീര രക്തസാക്ഷികളെ കുറിച്ച് ഓരോ ആഗസ്റ്റ് 15 നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യം. പക്ഷേ ആരുടെ കയ്യിൽ നിന്ന് നാം സ്വാതന്ത്ര്യം നേടിയോ, ആ സ്വാതന്ത്ര്യം നേടിയ അതേ ശക്തികളുടെ കയ്യിൽ അല്ലെങ്കിൽ കീഴിൽ നാം ഇന്ന് തലവെച്ചു കൊടുത്തിരിക്കുന്നു. അഥവാ ഇന്ത്യ രാജ്യം ഇനിയും ഒരു കോളനിവൽക്കരണത്തെയാണ് താൽപര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അമേരിക്കയിലെ പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് ഡബ്ല്യു ബുഷിന് ശേഷം ഒബാമ വന്നപ്പോൾ ആ ഒബാമയെ പ്രീതിപ്പെടുത്താൻ, ആ ഒബാമയുടെ ഫോൺ കോൾ കിട്ടാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാത്തുകെട്ടിക്കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആ ഒബാമയുടെ അംഗീകാരത്തിന് വേണ്ടി പാകിസ്ഥാൻ പ്രസിഡന്റ് കാത്തുകെട്ടിക്കിടക്കുകയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധികന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ രാജ്യത്തിൽ നിന്ന് പുറത്തുള്ളൂ എന്ന് ആക്രോശിച്ച, രാജ്യത്തെ ദേശീയ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത മുൻഗാമികളെ അനുസ്മരിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കിത് കാണാൻ കഴിയുക? മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള, ഷൗക്കത്ത് അലിയെ പോലെയുള്ള, അബുൽ കലാം ആസാദിനെ പോലെയുള്ള, നെഹ്റുവിനെ പോലെയുള്ള ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രം നമ്മൾ അനുസ്മരിക്കേണ്ടതാണ്. ഒന്നുകിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ എനിക്ക് കിടക്കാനറിൽ മണ്ണ് എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം രാജ്യത്തിന്റെ താല്പര്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉയർത്തിയ വ്യക്തിത്വങ്ങളായിരുന്നു അവർ. പക്ഷേ ആ രാജ്യത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിൻഗാമികൾ, അധികാരി വർഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇന്ന് സാമ്രാജ്യത്വത്തിന്റെ അധിപന്റെ ഭാഗത്ത് നിന്ന് അംഗീകാരം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തുകെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനർത്ഥം എന്താണ്? 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യ ഇന്ന് അധിനിവേശത്തിന്റെ പാതയിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നു. രാഷ്ട്രീയമായ, സാംസ്കാരികമായ, സാമ്പത്തികമായ അധിനിവേശമാണ് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരികമായ അധിനിവേശം ആഗോളതലത്തിൽ ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞു. അതിൽ നമ്മളും മുക്തരല്ല, അതിൽ കേരളം മുക്തമല്ല, അതിൽ നിന്ന് ഇന്ത്യ മുക്തമല്ല. ലോകത്ത് മുഴുവൻ ഇന്ന് നിലകൊള്ളുന്ന നാഗരിക ക്രമത്തിനകത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിലനിൽക്കുന്ന ജീവിത വീക്ഷണന്മാരുടേതാണ്. മുതലാളിത്വത്തിന്റെ ജീവിത വീക്ഷണത്തിലൂടെയാണ് പുതിയ തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ ഭോഗാസക്തിയെ മുതലാളിത്തം കെട്ടഴിച്ചു വിടുകയാണ് ചെയ്യുക. ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു ജനവിഭാഗത്തെ അടിപ്പെടുത്തുകയാണ് ചെയ്യുക. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ് എന്ന ജീവിത വീക്ഷണമാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയില്ല ഹയാത്തിന്റെ ദുനിയ നമൂത്ത് വനകിയോ ഒമാനഹിനുടി മബൂത്തീൻ. വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ ചരിത്രത്തിൽ പ്രവാചകന്മാരോട്, പ്രവാചകന്മാരുടെ ജനത, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനത
ജീവിതത്തെ കുറിച്ച് വെച്ചുപുലർത്തിയിരുന്ന കാഴ്ചപ്പാടിനെ ഖുർആൻ വിശകലനം ചെയ്യുന്നു. ജീവിതം എന്ന് പറയുന്നത് ആസ്വദിച്ച് തീർക്കാനുള്ളതാണ്. മരണാനന്തരം നമുക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് അനുഭവിക്കേണ്ടുന്ന ജീവിതത്തെ, ആസ്വദിക്കേണ്ടുന്ന ജീവിതത്തെ പരമാവധി ആടിത്തിമർക്ക് അനുഭവിക്കുക എന്ന കാഴ്ചപ്പാടാണ് മുതലാളിത്ത ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയ അവരുടെ കൈകളിലാണ്, കലയും സാഹിത്യവും സംസ്കൃതിയും അവരുടെ കയ്യിലാണ്. ഇങ്ങനെയുള്ള എല്ലാ ജനപ്രിയ ഉപാധികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തുള്ള പുതിയ യുവതയെ ശാന്തീകരിക്കുവാൻ മുതലാളിത്തത്തിന് കഴിഞ്ഞിരിക്കുന്നു. പുതിയ യുവത്വം പ്രതികരണശേഷിയുള്ള യുവത്വമല്ല, പുതിയ യുവത്വം നന്മയുള്ള യുവാക്കളല്ല. അതിനപ്പുറം മടിയന്മാരായ, അലസന്മാരായ, സുഖഭോഗ കൃഷ്ണമാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമായി അംഗീകരിച്ച ഒരു യുവജനം നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. സെക്സിന്റെയും ഡ്രഗ്സിന്റെയും വയലൻസിന്റെയും ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്ലീലതയുടെ, ആഭാസത്തരങ്ങളുടെ, മാഫിയാവൽക്കരണത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകൾ പോലും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയോടാൻ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അമേരിക്കയിലെ വിദ്യാർത്ഥികളെ കുറിച്ച്, ലക്ഷ്യബോധമില്ലാത്ത പുതിയ തലമുറയെക്കുറിച്ച്, ക്യാമ്പസുകളിൽ പഠിക്കുന്ന സ്വന്തം സഹപാഠിയുടെ ഇടലഞ്ചിലേക്ക് വെടിയുണ്ട എതിർക്കുന്ന സഹപാഠിയെക്കുറിച്ച്. ഇന്ന് നിങ്ങൾക്കതിന് അമേരിക്കയിലേക്ക് നോക്കേണ്ട. ഡൽഹിയിലെ ക്യാമ്പസിൽ നടന്നതാണ്, ബോംബെയിലെ ക്യാമ്പസിൽ നടന്നതാണ്, കേരളത്തിലെ ക്യാമ്പസുകളിലും നടക്കാനിരിക്കുന്നത് അതുതന്നെയാണ്. അഥവാ അസ്വസ്ഥത കൊണ്ട പുതിയ തലമുറ, പലപ്പോഴും മയക്കുമരുന്നിന് അഡിക്റ്റുകളായ പുതിയ തലമുറ, ജീവിതത്തിൽ ലക്ഷ്യബോധം വിസ്മരിച്ച പുതിയ തലമുറ, എല്ലാ ഘട്ടത്തിലും മാനസിക നില തെറ്റുകയും പലപ്പോഴും സഹജീവികൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്ന കാഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നപോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിശേഷം ഒട്ടും വ്യത്യസ്തമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ അടുത്ത തലമുറ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ ഓണം നോമ്പിനായിരുന്നു, കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറും പെരുന്നാളിനായിരുന്നു, ഓണനാളിനായിരുന്നു. അതിൽ സംഭവിച്ച ഒരു ചെറിയ കണക്ക് ഞാൻ ഒരുപക്ഷെ നിസ്സാരമാണ് എന്റെ ഉദാഹരണം. പക്ഷേ അതൊരളവുകോലായിട്ട് എടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എല്ലാ തവണയും ഹാപ്പി ന്യൂ ഇയറിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കുന്ന ഡിപ്പോ എവിടെയാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം മലപ്പുറം ജില്ല എന്നതായിരുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂർ ഡിപ്പോ ഇതിലേറ്റവും കേളികേട്ട ഡിപ്പോയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ന്യൂ ഇയറിന് ആളുകൾ മദ്യം നുണയുന്നത്. 17 18 വയസ്സുള്ള കുട്ടികളാണ് ഇന്ന് ഹാപ്പി ന്യൂ ഇയറിന് പുതിയ ലഹരിയുടെ ലോകത്തേക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ ഇത്തവണ അതിന്റെ കണക്ക് പുറത്തു വന്നു. ആ കണക്ക് പുറത്തു വന്നപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തവണ ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പന നടന്നത്, ഓണത്തിന് മദ്യം വിൽപ്പന നടന്നത്, ഹാപ്പി ന്യൂ ഇയറിന് മദ്യം വിൽപ്പന നടന്നത് ഏറ്റവും കൂടുതൽ തെക്കൻ കേരളത്തിലാണ്. അതിനെക്കുറിച്ച് വിശകലനം വന്നു പത്രത്തിൽ. കാരണം മുസ്ലിങ്ങൾ നോമ്പിലാണ്. അതുകൊണ്ട് കച്ചവടം ഇത്തവണ മലബാറിൽ കുറവാണ്. സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇത്തവണ ഓണത്തിന് റിലീസായിട്ടില്ല. എന്താണ് അതിന്റെ ഉത്തരം കൃത്യമായി വന്നു. സൂപ്പർ ഹിറ്റ് പടങ്ങൾ വിജയിപ്പിക്കുന്ന ഒരു സമുദായം ആത്മീയ നിർവൃതി കണ്ടെത്താനുള്ള ആത്മീയതയുടെ ലോകത്താണ്. അതുകൊണ്ട് ഇപ്പോൾ ആ പടം റിലീസാക്കാൻ പറ്റുകയില്ല. ഒരു സമുദായം എത്തിപ്പെട്ട ഒരു സമുദായത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സമൂഹത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും നല്ല ഒരടയാളമായിട്ടാണ് ഞാൻ ഇതിനെ കാണുക. നമ്മുടെ പിൻഗാമികൾ എവിടെ നിൽക്കുന്നു എന്നതിന്റെ ചെറിയൊരു ഉദാഹരണമാണ്. അഥവാ ഈ രാജ്യത്തെ പുതിയ തലമുറക്കകത്തേക്ക് മുതലാളിത്തത്തിന്റെ ഒരു യുക്തിക്കും അധിഷ്ഠിതമല്ലാത്ത കെട്ടയിക്കപ്പെട്ട ഭോഗാസക്തി നമ്മുടെ യുവാക്കളെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. സാമ്പത്തിക രംഗം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഇന്ന് മുതലാളിത്തം നിലകൊള്ളുന്നത്, അതുപോലെ തന്നെ കമ്മ്യൂണിസം നിലകൊള്ളുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന സ്വഭാവത്തിലാണ്. അവിടെയും അത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസം മുമ്പേ തകർന്നു, ക്യാപിറ്റലിസവും ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റലിസത്തിന്റെ അക്കീവ് തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അവരുടെ മർമ്മം? ഫ്രീ മാർക്കറ്റാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇടപെടേണ്ടതില്ല. വിപണിയെ തന്നെ നിയന്ത്രിക്കുന്ന, അത് അതിന്റേതായ സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന, മാർക്കറ്റിൽ ഇടപെടേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന, അതിന്റെ മർമ്മവും ആദർശവുമായി അംഗീകരിച്ചിരിക്കുന്ന മുതലാളിത്തം നിന്ന് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് നമ്മോട് പറയുന്നു, നമ്മൾ ഒന്നിച്ച് ഇത് പരിഹരിക്കണം എന്ന്, മാർക്കറ്റിൽ ഇടപെടണമെന്ന്. എന്നിട്ട് കോടിക്കണക്കിന് ഡോളറുകളാണ് മാർക്കറ്റിലേക്ക് വകയിരുത്തിയിരിക്കുന്നത് എന്നെ സുഹൃത്തുക്കൾ അറിയണം. മുതലാളിത്തം അതിന്റെ ആദർശപരമായ
അടിത്തറകളിൽ തന്നെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തകരുന്ന മുതലാളിത്തത്തിന്റെ സമ്പദ്ഘടനയെയാണ് ഇന്ത്യ രാജ്യം ഇന്ന് ശിരസാവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു വ്യവസ്ഥിതി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തകരുന്ന വ്യവസ്ഥിതിയെ മാറിപ്പടരുന്ന കാഴ്ചയാണ് നമുക്കിന്ന് നമ്മുടെ രാജ്യത്തും കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തും ഈ അടുത്ത ഭക്ഷ്യക്കമ്മി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായി. 10-40ഓളം രാഷ്ട്രങ്ങൾ ഈ രാജ്യത്ത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യകലാപത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയ മിക്ക രാഷ്ട്രങ്ങളിലും അതിന്റെ ദാരിദ്ര്യം അവർ നന്നായിട്ട് അനുഭവിച്ചു. അത്തരമൊരു ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തോടാണ് മിസ്റ്റർ ജോർജ് ഡബ്ല്യു ബുഷ് ആക്രോശിച്ചത്. അതുപോലെ തന്നെ കോണ്ടലിസ റൈസ് ആക്രോശിച്ചത്. അതുപോലെ നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യമന്ത്രിയും നമ്മുടെ രാജ്യത്തെ കൃഷിമന്ത്രിയും സംസാരിച്ചത് ഇന്ത്യയിലെ ജനങ്ങളോടാണ്. നിങ്ങൾ 2 നേരം ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് പ്രശ്നം, നിങ്ങൾ റൊട്ടി കഴിക്കുന്നു എന്നതാണ് പ്രശ്നം, ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടത്തുന്നു എന്നതാണ് പ്രശ്നം. ഇതിനർത്ഥമെന്ത് എന്നെ സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതാണ്. ഞങ്ങളാണ് ഭക്ഷണം കഴിക്കേണ്ടവർ. അമേരിക്കക്കാരുടെ ഭക്ഷണത്തെ ആരും ബാധിക്കാൻ ആർക്കും തടയിടാൻ പാടില്ല. അമേരിക്കക്കാരുടെ അമിത ഉപഭോഗത്തിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല. നിങ്ങൾ 100 കോടി ജനങ്ങളുണ്ട്, ഞങ്ങൾ 30 കോടി ജനങ്ങളാണുള്ളത്. അതുകൊണ്ട് 100 കോടി ജനങ്ങളുള്ള നിങ്ങൾ അമിതമായ ഉപഭോഗം നടത്തുന്നതുകൊണ്ടാണ് ലോകത്ത് ഭക്ഷ്യക്കമ്മി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ പറയുമ്പോൾ പോലും നമ്മുടെ വായിൽ നാക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നതാണ്, നെഹ്റുവിന്റെ പിൻഗാമികൾക്കല്ല ഇന്ന് അധികാരത്തിന്റെ ചെങ്കൂലി ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ നാവടക്കാൻ പറയാനുള്ള ആർജവം നമ്മുടെ പ്രധാനമന്ത്രിമാർ കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരു സാധനം നട്ടലുണ്ടോ എന്ന് ഇന്ത്യൻ ഗവേഷണം നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണാധികാരികൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളവരാകാം. പക്ഷേ ഞാൻ പറയുന്നു, വിശകലനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ചില യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ ഒരിക്കലും കണ്ണടച്ചതുകൊണ്ട് കഴിയുന്നില്ല. പലിശയിൽ അധിഷ്ഠിതമായ ഊഹാധിഷ്ഠിത മൂലധനത്തിൽ അധിഷ്ഠിതമായ മുതലാളിത്ത വ്യവസ്ഥയെ ഇന്ന് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദൗർത്തികത്തിലും അധിഷ്ഠിതമായ പൊങ്ങച്ച പ്രകടനത്തിൽ അധിഷ്ഠിതമായ ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പുണർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത്തരമൊരു സാമ്പത്തിക കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണകൂടം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുതലാളിത്തത്തിന്റെ സാമ്പത്തിക സംസ്കാരം എന്നോ നമ്മളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞോ. നമുക്കും ഇന്ന് ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള കാഴ്ചപ്പാട് മുതലാളിത്തത്തിന്റെ അതേ കാഴ്ചപ്പാടാണ്. അഥവാ ഈ രാജ്യത്ത് ഉള്ളതിനനുസരിച്ച് ചെലവഴിക്കുന്ന സംസ്കാരം നമ്മളെല്ലാവരും മറന്നുപോയിരിക്കുന്നു. വളരെ കഴിഞ്ഞ ചെലവാണ് നമുക്കുള്ളത്. നാം കുടിക്കുന്ന പാനീയത്തെക്കുറിച്ച്, കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, കിടന്നുറങ്ങുന്ന വീടിനെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ വരുമാനത്തെക്കുറിച്ച് നമ്മളാരും പരസ്പരം താരതമ്യം ചെയ്ത് നോക്കാറില്ല. ഇന്നത്തെ ആർത്തിമൂത്ത അതുപോലെ തന്നെ ഉപഭോഗ കൃഷ്ണയുള്ള ഇന്നത്തെ കടക്കളിൽ അകപ്പെടുന്ന കടക്കാരുടെ ലോകമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 300 രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തോട് എന്തുണ്ട് കടം എന്ന് ചോദിച്ചാൽ കടമൊരു അലർജിയായി കാണുന്ന ഒരു സമൂഹമാണ് അത് നമുക്ക് മുന്നുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ എന്റെ കൂട്ടത്തിലിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് എത്ര പേര് കടമില്ലാത്തവരുണ്ട് എന്ന് ചോദിച്ചാൽ കൈപ്പൊക്കാനുള്ള ആളുകൾ കുറവായിരിക്കും. എന്താണ്? നല്ല ബിസിനസ്സാണ്, ശമ്പളം നല്ല ശമ്പളമാണ്, എങ്ങനെയുണ്ട് കുഴപ്പമില്ല, വീടോ നല്ല വീടാണ്, വാഹനമോ അത്യാവശ്യം നല്ല വാഹനമാണ്. കടമെത്ര എന്ന് ചോദിച്ചാൽ കോടികളുടെ കടമാണ്. ഇങ്ങനെയാണ് നമുക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുക. ഒരു വിശ്വാസത്തിൽ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ, മറുഭാഗത്ത് ഇതുപോലെ താങ്ങാനാവാത്ത കടം അഥവാ വരവും ചെലവും ബാലൻസ് ചെയ്യപ്പെടാത്ത ഒരു ജീവിത വീക്ഷണത്തിന്, മുതലാളിത്തത്തിന്റെ ജീവിത വീക്ഷണത്തിന് എല്ലാ ജനവിഭാഗവും പല്ലാർത്ഥത്തിലും കീഴടങ്ങിയിരിക്കുന്നു. ഇന്ത്യയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇന്ത്യ ഭരണകൂടം മുതലാളിത്തത്തിന്റെ സാമ്പത്തിക നയങ്ങൾ അധികാര കേന്ദ്രത്തിൽ നടപ്പാക്കുമ്പോൾ മുതലാളിത്തം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സംസ്കാരമാണ് ഇന്ത്യൻ ജനതയും മറ്റ് ജനതയെ പോലെ തന്നെ അതിനകത്ത് ഇസ്ലാമിക സമൂഹം ഉൾപ്പെടുന്ന നാം ഉൾപ്പെടെയുള്ള ജനവിഭാഗവും വെച്ചുപുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, അൻഹാകുമുത് തകാസുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഖുർആന്റെ അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന ആ തകാസുറിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. സമ്പത്തിൽ മത്സരിക്കാനുള്ള
ആ സമ്പത്തിൽ മേന്മ നടിക്കാനുള്ള, അത് അധികം വാരിക്കൂട്ടാനുള്ള ഒരു ത്വര, ആ ത്വര നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഹത്താ തുർത്തുൽ മഖാബിർ, മരിക്കുന്നതിനെ കുറിച്ച് വരെ നിങ്ങൾ വിസ്മരിച്ചു പോയിരിക്കുകയാണ്. ഇത് നമ്മയൊക്കെ ബാധിച്ച ഒരു സ്വഭാവമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുതലാളിത്തത്തിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടായി മാറി. നമ്മുടെ ഭരണകൂടം മുതലാളിത്ത സാമ്പത്തിക കാഴ്ചപ്പാട് നമ്മുടെ രാജ്യത്തുള്ള ജനവിഭാഗത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അത്തരം ആഗോളവൽക്കരണ നയങ്ങൾ പിന്തുടർന്നതിന്റെ അനിവാര്യമായ ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് അന്താരാഷ്ട്ര സമൂഹത്തിന് കൊടുത്തൊരു ഉപദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, വിദേശ മൂലധനത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന്, ക്യാപിറ്റൽ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന്. അത് അദ്ദേഹം പറയുവാനുള്ള അർഹത അദ്ദേഹത്തിനില്ല. കാരണം വിദേശ മൂലധനത്തിന് ഇന്ത്യ രാജ്യത്ത് ചുവപ്പ് പരവതാൻ വിരിക്കുകയും എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും ഇൻഷുറൻസ് മേഖലയിലേക്ക് ഉൾപ്പെടെ വിദേശ മൂലധനത്തിന്റെ കടന്നുവരവിന് അവസരമൊരുക്കുകയും ചെയ്ത മുതലാളിത്ത സാമ്പത്തിക നയങ്ങളുടെ കാഴ്ചയിൽ ഇന്ത്യയെ കാഴ്ചവെച്ച പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ 92 ധനമന്ത്രിയായിരുന്ന മൻമോഹൻ, എന്നിട്ടിപ്പോൾ പ്രധാനമന്ത്രിയായ മൻമോഹനാണ് എന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ അർത്ഥത്തിലുള്ള സാമ്പത്തിക നയങ്ങൾ തുടരുന്ന പ്രധാനമന്ത്രിക്ക് ഒരുപാട് നിർബന്ധ സാഹചര്യത്തിൽ പറഞ്ഞുവന്നോ ഇന്ത്യ രാജ്യം അവരുടെ സാമ്പത്തിക നയങ്ങളിൽ ഇന്ത്യയല്ല ലോകം തന്നെ വിദേശ മൂലധനത്തിന്റെ പരന്നൊഴുക്കിന് തടയിടേണ്ടതുണ്ട് എന്ന് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്നത് 92 മുതൽ തീർത്തും പറയാൻ കഴിയും. നമ്മുടെ രാജ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതിയാണ്. അതിന്റെ ദുരന്തം ഇന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അടിസ്ഥാനപരമായ ഒരു കാർഷിക രാജ്യമാണ് എന്ന് നമുക്കറിയാം. 70% വരുന്ന ജനത കൃഷിയെ അവലംബിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 70% വരുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് അവർ അവരുടെ ഉപജീവന മാർഗം കൂടിയാണത്. ഒരു ഭാഗത്ത് അത് ഉപജീവന മാർഗമാകുമ്പോൾ മറുഭാഗത്ത് അതൊരു ജനവിഭാഗത്തിനുള്ള ധാന്യം കൂടിയാണ്, അന്നം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാർഷിക പോളിസി നമുക്കുണ്ടാകേണ്ടിയിരുന്നു. സംഭവിച്ചതെന്താണ്? കാർഷിക രംഗത്തുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വം മുന്നോട്ട് വെച്ച സാമ്പത്തിക ഏജൻസികളുമായി നാം നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ പിൻബലത്തിൽ എല്ലാ ഇളവുകളും ഇന്ത്യ രാജ്യം പിൻവലിച്ചു കഴിഞ്ഞു. വെള്ളത്തിന് വരെ കരമേർപ്പെടുത്തുവാൻ, സബ്സിഡികൾ റദ്ദ് ചെയ്യുവാൻ, കർഷകരുടെ നെട്ടലൊടിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുവാൻ, ഇറക്കുമതി തീരുവ പിൻവലിക്കുവാൻ, അങ്ങനെ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് സ്വതന്ത്രമായി ഇന്ത്യയിലെ മാർക്കറ്റുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലക്ക് ഇറക്കുമതി ചെയ്യുവാൻ, അതിനോട് മത്സരിക്കാൻ കഴിയാതെ കർഷകർ തകർന്നടിക്കുവാനുള്ള അവസരം ഈ രാജ്യത്ത് ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി നാം ഈ രാജ്യത്ത് വെച്ചുകൊടുത്തന്നെ ഈ രാജ്യത്ത് നടപ്പിലാക്കുകയുണ്ടായി. അതിന് ഫലം എന്താണെന്ന് ചോദിച്ചാൽ 70% വരുന്ന നമ്മുടെ രാജ്യത്തെ കർഷകർ വമ്പിച്ച തകർച്ചയെ അഭിമുഖീകരിച്ചു. രാജ്യത്തെ ഭരണകൂടം ദിശാബോധമുള്ള ഭരണകൂടമാണ് എങ്കിൽ ഒരു രാജ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കണം. 70% തീറ്റിപ്പോറ്റാൻ ഒരു ഭരണകൂടത്തിന് സാധ്യമല്ല. അവർ നിലകൊള്ളുന്ന അവരുടെ ജീവിതോപാധി എന്തെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ പരിപോഷിപ്പിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തണം. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിലെ കർഷകരോട് കാർഷിക രംഗത്ത് സബ്സിഡി റദ്ദാക്കണമെന്ന് അമേരിക്ക നിർദ്ദേശിക്കുമ്പോൾ അമേരിക്കയിൽ ഗോതമ്പ് ഉൽപാദനത്തിന് ഇന്ത്യയിൽ കൊടുക്കുന്നതിന്റെ ഇരട്ടിക്കിരട്ടിക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് അവർ ഗോതമ്പ് ഉൽപാദിപ്പിക്കുന്നു. എന്നിട്ട് ആ ഗോതമ്പ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്ത്, അതുപോലെയുള്ള ചെറുകിട വ്യവസായ രംഗത്ത്, പൂർണ്ണമായ അർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്, ഇങ്ങനെ എല്ലാ മേഖലകളിലും മുതലാളിത്ത സാമ്രാജ്യത്വത്തിന്റെ നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കുന്ന സാഹചര്യമുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. 11ാം പഞ്ചവത്സര പദ്ധതി എന്ന സുഹൃത്തുക്കൾ പറ്റുമെങ്കിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സാമ്രാജ്യത്വ വിധേയത്വമുണ്ട് എന്ന് അതിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പുതിയ പുതിയ മുഖത്തോടുകൂടി, പുതിയ പുതിയ സ്വഭാവത്തോടുകൂടി ഈ രാജ്യത്തേക്ക് വിദേശ മൂലധന ശക്തികൾ കടന്നു വരാൻ തുടങ്ങി. അതിനനുസൃതമായ കരാറുകൾ നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ചു കഴിഞ്ഞോ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ പുതിയ ഒരു പ്രവണത വികസനത്തിന്റെ സ്വഭാവത്തോടുകൂടിയാണ്. വികസനം നമ്മുടെ രാജ്യത്തെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
വികസനം എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ സോളിഡാരിറ്റിയുടെ പ്രതിനിധി കൂടിയാണ്. ഒരുപക്ഷെ കേരളക്കരയിൽ വികസന വിരോധികൾ നമ്മ ഓമന പേര് ലഭിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ്. ഇവിടെ ആർക്കും വികസനത്തോട് വിരോധമില്ല. ആരാണ് വികസനത്തിന്റെ വക്താക്കൾ? വിദേശ കോർപ്പറേറ്റുകളാണ് വികസനത്തിന്റെ വക്താക്കൾ. അതിന്റെ ഗുണഭോക്താക്കളും അവരാണ്. നമുക്ക് ലഭിക്കുന്നതെന്ത് എന്ന് ചോദിച്ചാൽ അവർ കൊണ്ടുവരുന്ന വികസനങ്ങൾ നടപ്പാക്കപ്പെടുന്നിടത്ത് ആട്ടി ഓടിപ്പിക്കപ്പെടുന്ന ഒരു ജനത അഭയാർത്ഥികളായി മാറുന്നു എന്നിടത്താണ് പലപ്പോഴും നമുക്ക് വികസനത്തോട് യോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വരുന്നത്. ഇന്ത്യയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടല്ല ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നത്. കേരളത്തിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടല്ല കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. ഒരിക്കലും ഒരു ഭരണകൂടവും അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വികസന കാഴ്ചപ്പാടുകളല്ല പിന്നീട് നടപ്പിലാക്കാറുള്ളത്. കേരളത്തിൽ നിന്ന് ആലോചിച്ച വികസന കാഴ്ചപ്പാടുമല്ല കേരളത്തിൽ നടപ്പാക്കാറുള്ളത്. മറിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വികസന കാഴ്ചപ്പാടുകൾ. അവരുടെ രാജ്യത്ത് പാരിസ്ഥിതികമായ പ്രത്യാഘാതം അവർ ഭയപ്പെടുകയും എന്നാൽ ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന വികസന കാഴ്ചപ്പാടുകളാണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നന്ദിഗ്രാമത്തിന്റെ ഉദാഹരണമാണ്, സിംഗൂർ അതിന്റെ ഉദാഹരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നന്ദിഗ്രാമിലും സിംഗൂരിലുമൊക്കെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ആ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് വോട്ട് ചെയ്ത ആളുകളായിരുന്നു. പക്ഷേ അവർ അവരുടെ താൽപര്യത്തിന് വിരുദ്ധമായ സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അവർ ശക്തമായി എതിർത്തപ്പോൾ അവർക്ക് പേരിട്ട് വിളിച്ചോ. മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലയാണ് നന്ദിഗ്രാം, അവർക്ക് പേരിട്ടു അവർ മതമൗലികവാദികളാണ് എന്ന്. സിംഗൂരിൽ അവർ കർഷകർ ശക്തമായി എതിർത്തപ്പോൾ അവർക്ക് പേരിട്ടു അവർ വികസന വിരോധികളാണ് എന്ന്. എന്താണ് അടിസ്ഥാനമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഘട്ടത്തിൽ മണ്ണില്ലാത്ത കർഷകനെ സംഘടിപ്പിച്ചുകൊണ്ട് അവന് മണ്ണ് നേടിക്കൊടുത്തുകൊണ്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച വളർന്ന് തടിച്ചുകൊടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു ഘട്ടം വന്നപ്പോൾ ആ ജനവിഭാഗത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായത്. നന്ദിഗ്രാം എന്ന് നിങ്ങൾക്കറിയാവുന്ന കഥയാണ്. സലീം ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നന്ദിഗ്രാമിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വരണ്ടു കിടക്കുന്ന ധാരാളം ഭൂപ്രദേശങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ജലസ്രോതസ്സും അതുപോലെ തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഈ ഭൂമി തന്നെ ഒരുപാട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം വലിയ കമ്പനികൾക്ക് കൊടുക്കുകയും ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഞങ്ങളെപ്പോലുള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ ഉപജീവന മാർഗത്തെയാണ് ബാധിക്കുക എന്ന മൗലികമായ പ്രശ്നമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ ആ പ്രശ്നത്തെ അധികാരത്തിന്റെ കൊണ്ട് അടിച്ചമർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടോ. കേരളത്തിലും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തേണ്ടത്. ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനമുണ്ടായ മൂലംപള്ളി എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ട വികസന പദ്ധതിയോട് മൂലംപള്ളിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വിയോജിപ്പുമില്ല. അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരപ്പാക്കി കോടികളുടെ ഒരു പ്രൊജക്ട് ഈ രാജ്യത്ത് സ്ഥാപിക്കുമ്പോൾ മതിയായ പുനരധിവാസം എന്ന് പറയുന്ന ഒരു ആശയം ഞങ്ങൾക്ക് മുമ്പിൽ വെക്കാതെ അത് നിർവഹിക്കരുത് എന്നതാണ് അവർ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഉപാധി. ഇസ്ലാമിക ചരിത്രത്തിൽ പല വികസന പ്രക്രിയയിലെയും ഘട്ടത്തിൽ സാമൂഹ്യ ആവശ്യത്തെ മുൻനിർത്തി ഇതുപോലെയുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അഥവാ ഒരു സാമൂഹ്യ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ വീട് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം ഭരണകൂടത്തിന് വിട്ടുകൊടുക്കേണ്ടി വരും. പക്ഷേ ഈ വിട്ടുകൊടുക്കുമ്പോൾ ഒരു സാമൂഹ്യ ആവശ്യത്തിന് വേണ്ടി എന്റെ വീട് തകർക്കുമ്പോൾ എന്റെ സ്ഥലം പിടിച്ചെടുക്കുമ്പോൾ എനിക്ക് മതിയായ പ്രതിവിധി എനിക്ക് കണ്ടെത്തി തരിക എന്നത് സാമൂഹ്യ ആവശ്യമാണ്. ഇത് സാമൂഹ്യ ആവശ്യമായതുപോലെ അതും സാമൂഹ്യ ആവശ്യമാണ്. അത് നിർവഹിക്കേണ്ടത് ഭരണകൂടമാണ്. ഈ പാഠം നിർവഹിക്കുന്നില്ല എന്നതാണ് ഇന്ത്യയുടെ കഴിഞ്ഞകാല ചരിത്രമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വികസനത്തിന് വേണ്ടി കുടിയിറക്കപ്പെട്ട കോടികൾ തെരുവിൽ അന്തിയുറങ്ങുന്ന നാടേത് എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നെ സുഹൃത്തുക്കൾ അറിയണം. നമ്മളൊക്കെ എയർപോർട്ടിൽ വണ്ടിയിലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നവരാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പേരിൽ കുടിയിറക്കപ്പെട്ട ആളുകൾ ഇപ്പോഴും ഭൂമി കിട്ടാത്തവരുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോ ഈ ഇത്തരം വിഷയങ്ങളിൽ മതിയായ പ്രതിനിധിയോടുകൂടി അതുപോലെ തന്നെ പുനരധിവാസ പാക്കേജോടുകൂടി ആളുകളെ കുടിയിറക്കാവുന്നതാണ്. മൂലമ്പള്ളിയിൽ നടന്നതാണ് ഒരു സുപ്രഭാതത്തിൽ കൊച്ചുകുട്ടികളുടെ സ്കൂളിലേക്ക് പോകാൻ അവരുടെ പുസ്തകവും സഞ്ചിയുമായിട്ട് വീട്ടിന് പുറത്തിറങ്ങുമ്പോഴാണ് ബ്യൂറോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ JCB ഉൾപ്പെടെ സംവിധാനത്തിന്റെ അകമ്പടിയോടുകൂടി
അവരുടെ വീടുകളെ തട്ടിത്തകർക്കുന്നത്, അട്ടഹസിക്കുന്ന അമ്മമാരും നിലവിളിക്കുന്ന കുട്ടികളും അവരുടെ മുമ്പിൽ നിന്ന് എടുത്തെറിയപ്പെടുന്നവരുടെ കിടപ്പാടങ്ങളും ഒരുപക്ഷെ മനുഷ്യസ്നേഹിയായ ഒരാൾക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നതാണോ? അവിടെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ നിമിഷം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സംഘടിക്കുകയും അവർക്ക് താൽക്കാലിക ഷെൽട്ടർ പണിത് കൊടുക്കുകയും ചെയ്തത്. അവരാരും മുസ്ലിങ്ങളായതുകൊണ്ടല്ല, അവർ മനുഷ്യരായതുകൊണ്ടാണ്. ക്രിസ്ത്യാനികളായ ധാരാളക്കണക്കിന് ആളുകൾ അവർക്ക് താൽക്കാലികമായ ഷെൽട്ടർ പണിത്. അവർ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ മാറാം, പക്ഷേ ഞങ്ങൾക്ക് എവിടെയാണ് പുനരധിവാസം? അത് ഉറപ്പുവരുത്താതെ ഞങ്ങൾ എങ്ങോട്ടാണ് മാറുക? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടുന്ന അതിന് ബാധ്യസ്ഥമായ ഒരു ഭരണകൂടമാണ് അവരെ അവിടെ നിന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. അവിടെയാണ് നമുക്ക് വികസന വിരോധികളാകേണ്ടി വരുന്നത്. ഞാൻ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം, കേരളത്തിന്റെ മർമ്മപ്രധാനമായ മേഖല, കേരളത്തിന്റെ പ്രധാനപ്പെട്ട ജലസ്രോതസ്, ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ മേഖല, ഇതുപോലെ വിദേശ മൂലധന ശക്തികൾ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ എന്ന പേരിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടതില്ല. അഥവാ സ്വതന്ത്ര സാമ്പത്തിക മേഖല, തൊഴിൽ നിയമങ്ങളിലാണ് സാമ്പത്തിക മേഖല. അത് യാതൊരു പരിധിയും വെക്കാതെ നമ്മുടെ രാജ്യത്ത് കൊച്ചു കൊച്ചു കോളനികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നെന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. നെട്ടലുള്ള ഭരണകൂടത്തിന് വികസനത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരുപാട് വികസന പ്രക്രിയകൾ ആകാവുന്നതാണ്. നിബന്ധനകളോടുകൂടിയാകണം, വ്യവസ്ഥകളോടുകൂടിയാകണം, രാജ്യത്തിന്റെയും തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാകണം. അതിനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഭരണകൂടം പൂർണ്ണമായും ക്യാപിറ്റലിസ്റ്റുകളുടെ കൂടെ നിലകൊള്ളുകയും തങ്ങളെ അധികാരത്തിലെത്തിച്ച ജനവിഭാഗത്തെപ്പാട് വിസ്മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ വികസനത്തിന്റെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന കരാറുകൾ, രാജ്യവും മറ്റു രാജ്യങ്ങളുമായി ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന കരാറുകൾ ഈ സ്വഭാവത്തോടുകൂടി തന്നെയാണ്. ഒരുപാട് കരാറുകൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ അമേരിക്ക സംയുക്ത ഇന്ത്യ US ഡിഫൻസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു കരാറിൽ നമ്മുടെ രാജ്യം 2002 ഒപ്പുവെച്ചിരിക്കുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംയുക്ത സൈനികാഭ്യാസങ്ങൾ. അതിന്റെ ഫലമാണ് അമേരിക്കയുടെ താൽപര്യത്തിന് വഴങ്ങി ഇന്ത്യ ഇറാനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ യോഗത്തിൽ, IAEAയുടെ യോഗത്തിൽ ഇന്ത്യ ആരുടെ കൂടെ നിൽക്കണമെന്ന ചോദ്യത്തിന് പഴയകാല ഇന്ത്യൻ ഭരണാധികാരികൾക്ക് രണ്ടഭിപ്രായമില്ല. ഇന്ത്യ നിർബന്ധങ്ങളുടെ കൂടെ നിലകൊള്ളണം, ഇന്ത്യ മാധ്യമങ്ങളുടെ കൂടെ നിലകൊള്ളണം, ഇന്ത്യ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. പക്ഷേ IAEAയുടെ യോഗം നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയുടെ പ്രതിനിധിക്ക് കൈപൊക്കാൻ കഴിഞ്ഞത് അമേരിക്കയോടൊപ്പമാണ്. ഇറാനെതിരെ ഇന്ത്യക്ക് കൈപൊക്കേണ്ടി വന്നു. എന്തുകൊണ്ട് ഇറാനെതിരെ കൈപൊക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെട്ട ഡിഫൻസ് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് പരസ്പരം സഹകരിക്കുവാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. സംയുക്ത പ്രസ്താവന നമ്മൾ പുറത്തിറക്കി. എന്താണ് ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജോർജ് W. ബുഷും ഒന്നിച്ച് ന്യൂയോർക്കിൽ നടത്തിയ പ്രസ്താവന? ഭീകരതയ്ക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടുമെന്നുള്ളതാണ്. ഇന്ത്യയുടെ ലൈനാണോ ഇത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇത് നെഹ്റുവിന്റെ ലൈനാണോ, ഇത് സ്വതന്ത്ര ഭാരതത്തിന്റെ ലൈനാണോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ പ്രസ്താവന ഇറക്കി, ഭീകരതയ്ക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടും. അന്യ ഭീകരതയ്ക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടുമെന്നതിനർത്ഥം എന്താണ്? അമേരിക്ക ഭീകരവിരുദ്ധ പോരാട്ടം നടത്തുന്നത് ഫലസ്തീനികൾക്കെതിരിലാണ്. അമേരിക്ക ഭീകരവിരുദ്ധ പോരാട്ടം നടത്തുന്നത് അഫ്ഗാനികൾക്കെതിരിലാണ്. അമേരിക്ക ഭീകരവിരുദ്ധ പോരാട്ടം നടത്തുന്നത് ഇറാഖിലെ സിവിലിയന്മാർക്കെതിരിലാണ്. ആ പോരാട്ടത്തിൽ ഇന്ത്യയും പങ്കാളിയാകുന്നു എന്നതല്ലേ അതിന്റെ പച്ചമലയാളം. ഈ പച്ചമലയാളം തിരിച്ചറിയാത്ത ആളല്ലല്ലോ നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. പക്ഷേ നമ്മുടെ ലൈൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചേരിചേരാ നയം എന്നിടത്തിൽ നിന്ന് സാമ്രാജ്യത്തെ ചേരി എന്ന നയത്തിലേക്ക് ഇന്ത്യ കൂറുമാറിയ, ഇന്ത്യ കാലമാറിയ പതിറ്റാണ്ടുകളാണ് നമുക്ക് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞുപോയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരണത്തിലാണ് ആണവ കരാർ കൂടി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ആണവ കരാർ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ രാജ്യം ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്ന പല കരാറുകളെയും നിജസ്ഥിതി എന്ത് എന്നറിയാതെ പോകാൻ പാടില്ല. ഒരു പാർലമെന്റ് തന്നെ വിശ്വാസ വോട്ടിനെ അഭിമുഖീകരിച്ച സന്ദർഭമാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ആണവ കരാറിന്റെ വിഷയത്തിൽ ഭരണകൂടം നമ്മുടെ മുമ്പിൽ വെക്കുന്ന പ്രധാനമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൽ വന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ പൂർണ്ണ പകർപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉൾപ്പെടെ ആണവ കരാറിനെ പിന്തുണക്കുന്ന ജനവിഭാഗം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം, അതിനു വേണ്ടിയിട്ടാണ് ആണവ കരാർ. രണ്ട് കാര്യം ഞാൻ പറയുന്നു, അത് തെറ്റായ ഒരു നിഗമനമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് 97% ആണവ കരാറിനല്ല, 3% ആണവ ഊർജ്ജമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന
ഊർജത്തിന്റെ സോഴ്സ് 97% ജലവൈദ്യുത പദ്ധതി, അതുപോലെ തന്നെ താപവൈദ്യുത നിലയത്തിൽ നിന്നുമാണ് നമ്മുടെ രാജ്യം ഊർജ്ജം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണവോർജ്ജം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ വെറും 3%. എന്റെ സുഹൃത്തുക്കൾ അല്പം ശ്രദ്ധ എനിക്ക് തരണം. ഈ പറയപ്പെട്ട 3% 2020 ആകുമ്പോഴേക്ക് 4% കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരാർ ഒപ്പുവെക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 97% പരമാവധി കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയാൽ ഈ 4% നമുക്ക് ലഭ്യമാകുമോ? അതന്വേഷിക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിന്റെ സമയമില്ല. ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 97%-ൽ 22% നമുക്ക് ചോർച്ച സംഭവിച്ചു പോകുന്നുണ്ട്. കാര്യക്ഷമതയിലൂടെ ഈ ചോർച്ച തടഞ്ഞുകൊണ്ട് നമുക്ക് 22%-ൽ ഒരു 10%-എങ്കിലും സമ്പാദിക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ച് നമ്മുടെ ഭരണകൂടത്തിന് ചിന്തിക്കാൻ സമയമില്ല. ഇന്ത്യ രാജ്യത്ത് തിരമാലകളിൽ നിന്നുൾപ്പെടെ പല രീതിയിലുള്ള വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം പുതിയ വഴികൾ ആലോചിക്കുവാൻ നമ്മുടെ സർക്കാരിന് സമയമില്ല. നമ്മുടെ സർക്കാർ ഈ 3% 2020 ആകുമ്പോഴേക്ക് 4% വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വ്യവസ്ഥകളിലാണ് ഒപ്പുവെച്ചത്. എന്നാലത് പരിഹാരമാണോ? എന്നാലത് പരിഹാരമല്ല. 40,000 മെഗാവാട്ട് വൈദ്യുതി 2030 ആകുമ്പോഴേക്ക് 2020 ഈ രാജ്യത്ത് ഉത്പാദിപ്പിക്കണം. ഈ കരാറനുസരിച്ച് 30,000 മെഗാവാട്ട് വൈദ്യുതി ഇത് നമ്മുടെ കരാറനുസരിച്ച് അമേരിക്ക നൽകുന്ന ആണവ റിയാക്ടറുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് വരുന്ന ചെലവ് എത്രയെന്ന് പറയുന്നത് 3,30,000 കോടി രൂപയാണ്. ഈ കണക്കിന്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയുന്നത് നമ്മളാരുമല്ല, ഡോക്ടർ അയ്യങ്കാറിനെ പോലെയുള്ള എ പ്രസാദിനെ പോലെയുള്ള ഡോക്ടർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള മുൻ ആറ്റോമിക് എനർജി അധ്യക്ഷന്മാരും അതിൽ അംഗങ്ങളുമായ ആളുകളാണ് പറയുന്നത്. ഈ പറയപ്പെട്ട കണക്കനുസരിച്ച് 30,000 മെഗാവാട്ട് വൈദ്യുതി അല്ലെങ്കിൽ 4% വർധന 2020 ആകുമ്പോഴേക്ക് നമുക്ക് കിട്ടാൻ 3,30,000 കോടി രൂപ ഇന്ത്യ ചിലവഴിക്കണം. അതേസമയം കൽക്കരിയിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാനോ 1,20,000 കോടി രൂപ, ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുവാനോ 90,000 കോടി രൂപ. ഇത്തരത്തിലുള്ള ലളിതമായ സാധ്യതകൾ മാറ്റിവെച്ചുകൊണ്ടാണ് 3,30,000 കോടി രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് തീരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക. അങ്ങനെ ഇതൊരു പരിഹാരമാണ് എങ്കിൽ ആ പരിഹാരം ഏറ്റവും കൂടുതൽ തേടേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ഊർജ്ജ ഉപഭോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയാണ്. 30 കോടി ജനങ്ങളാണ് ഇന്ന് അമേരിക്കയിൽ 25% ഈ രാജ്യത്തെ ഇന്ധന ഉപഭോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിത് വേണ്ട. അമേരിക്കയിൽ 20% മാത്രമാണ് ആണവോർജ്ജം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല 40ഓളം NSC രാജ്യങ്ങളുണ്ട്. നാഷണൽ സപ്ലൈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പ് എന്ന് പറയുന്ന NSC രാജ്യങ്ങൾ 10-40 ഈ പറയപ്പെട്ട ആളുകൾക്ക് ലോകത്തിന് ന്യൂക്ലിയർ എനർജി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രങ്ങൾ ആരും തന്നെ ആണവ റിയാക്ടറുകൾ കഴിഞ്ഞ 10-30 വർഷമായിട്ട് സ്ഥാപിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ എനർജി ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയക്കകത്തും ഈ 10-30 കൊല്ലത്തോളമായി പുതിയ റിയാക്ടറുകൾ സ്ഥാപിച്ചിട്ടില്ല. അമേരിക്കയ്ക്ക് വേണ്ട. അതുപോലെ തന്നെ ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പുള്ള 30 രാഷ്ട്രങ്ങൾക്ക് വേണ്ട. അതിനെല്ലാം അവർ മറ്റു വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവർ 10,000 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നത് വിൻഡ് എനർജിയെ കുറിച്ച് പഠിക്കാനാണ്. വിൻഡ് എനർജിയുടെ സാധ്യത പഠിക്കാൻ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇത്തരം പഴകിയ നമ്മൾ വാങ്ങാൻ പോകുന്ന ആണവ റിയാക്ടറുകൾ പുതിയതല്ല. അഥവാ ഇങ്ങനെയുള്ള ആണവ റിയാക്ടറുകൾ വാങ്ങാൻ നമ്മുടെ രാജ്യം താല്പര്യമെടുക്കുന്നത് എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഭരണകൂടം നമ്മുടെ രാജ്യത്തുള്ള ജനവിഭാഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു അതിന്റെ വേസ്റ്റേജിന്റെ പ്രശ്നം കൂടി പറയുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് കൽക്കരിയിൽ നിന്ന് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട് അപകടങ്ങൾ വരുത്തുന്നതാണ്. അതുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നം ഈ ആണവ റിയാക്ടറിനില്ല എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. 10,000-ലും 20,000-ത്തിലുമേറെ വർഷങ്ങൾ നിന്നാൽ പോലും നിലക്കാത്ത അത്രമാത്രം റേഡിയേഷന്റെ പ്രശ്നം ഈ ന്യൂക്ലിയർ വേസ്റ്റിനുണ്ട് എന്ന പഠനം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. അമേരിക്ക അവരുടെ ന്യൂക്ലിയർ വേസ്റ്റ് തള്ളുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ ഈ ശാന്തമഹാസമുദ്രത്തിനടുത്ത് കോൺക്രീറ്റ് അറകൾ സൃഷ്ടിക്കുകയുണ്ടായി. ആ കോൺക്രീറ്റ് അറകൾ സൃഷ്ടിക്കുന്നത് പോലും സുനാമി സാധ്യതയോ മറ്റോ ഉള്ളിടത്താകാൻ പാടില്ല, പുറത്തേക്ക് തള്ളും. അങ്ങനെ അവർ ശാന്തമഹാസമുദ്രത്തിനകത്ത് സ്ഥാപിച്ച ന്യൂക്ലിയർ വേസ്റ്റ് തള്ളാനുള്ള കോൺക്രീറ്റ് അറകൾക്ക് അവർക്ക് മുടക്കേണ്ടി വന്ന 75,000 കോടി രൂപയാണ്. നമുക്ക് എവിടെ നിന്നാണ് അത് ലഭിക്കുക?
മാത്രമല്ല ഈ പറയപ്പെട്ട കരാറനുസരിച്ച് ആണവോർജ ഉൽപാദനത്തിന് ആഗോള സാമ്പത്തിക ഏജൻസി കടം കൊടുക്കരുത് എന്നും അമേരിക്കയുടെ വ്യവസ്ഥയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാത്ത, വളരെ തുച്ഛമായ ശതമാനം മാത്രം പരിഗണിക്കപ്പെടുന്ന, അതിന്റെ ഒരുപാട് പാരിസ്ഥിതിക പ്രത്യാഘാതമുള്ള ഒരു കരാറിലാണ് നമ്മുടെ ഭരണകൂടം ഒപ്പുവെക്കുന്നത്. ഹൈഡാക്ട് നമ്മുടെ രാജ്യത്തിന്റെ ബാധകമല്ല എന്നവർ പറയുന്നുണ്ട്. ഹൈഡാക്ടിന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും നെറ്റൊന്ന് കിട്ടും. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഹൈഡാക്ട് 2006 ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് അമേരിക്ക ആ ഹൈഡാക്ട് നിർമ്മിച്ചത്. അമേരിക്ക NPT കരാറിൽ ഒപ്പുവെക്കാത്ത രാഷ്ട്രങ്ങളിലേക്ക് അമേരിക്ക മുമ്പേ ഈ ഇടപാട് നടത്തിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അതിൽ ഒപ്പുവെക്കാത്ത രാഷ്ട്രമായതുകൊണ്ട് ഇന്ത്യക്ക് ഇത് നൽകണമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പുതിയ നിയമനിർമ്മാണം ആവശ്യമാണെന്നത് വെച്ചോ ആ നിയമം നിർദ്ദേശിക്കുന്നതോ അതിനേക്കാൾ അപകടകരമായ കാര്യമാണ്. അമേരിക്ക നമ്മുടെ മുമ്പിൽ വെച്ച ഹൈഡാക്ട് പ്രകാരമുള്ള നിർദ്ദേശം ഇന്ത്യ സൈനികേതരമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആണവ റിയാക്ടറുകളെ വിഭജിക്കണം. സൈനികേതരമെന്ന് നമ്മൾ വിഭജിച്ചാൽ 22 റിയാക്ടറുകളിൽ ആണവ കേന്ദ്രങ്ങളിൽ 14 അമേരിക്കയ്ക്ക് കയറിയിറങ്ങാവുന്ന, അവർക്ക് നിരങ്ങാവുന്ന സ്വഭാവത്തിൽ വിട്ടുകൊടുക്കണം. ഇന്ത്യക്കകത്ത് ധാരാളം യുറേനിയമുണ്ട്, പ്രകൃതിദത്തമായ യുറേനിയമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് കിട്ടുന്ന യുറേനിയത്തെ ഇന്ത്യ സമ്പുഷ്ടീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അമേരിക്ക ഇന്ത്യയോട് നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യ ആണവ പരീക്ഷണം നടത്താൻ പാടില്ല. ഇന്ത്യ യൂണിയൻ നടത്തുന്ന എല്ലാ പദ്ധതികളിലും ഇന്ത്യൻ പങ്കാളികളാകണം. അതിനപ്പുറത്തേക്ക് അമേരിക്ക ഹൈഡാക്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇറാനിനെതിരെ അമേരിക്ക നടത്തുന്ന ഏത് നീക്കത്തെയും ഇന്ത്യ പിന്തുണക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തെ പണയപ്പെടുത്തുന്ന, ചേരിചേരാ നയത്തെ പണയപ്പെടുത്തുന്ന ഏറ്റവും ഭീകരമായ വ്യവസ്ഥകളാണ് ഹൈഡാക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? നമ്മുടെ ജനാധിപത്യം ചോദിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഒരു കരാറൊക്കെ വെച്ചാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അവർക്ക് വിഴുങ്ങാൻ കഴിയുമോ? നിങ്ങൾക്കറിയില്ലേ, 1969 ഇന്ത്യ ഒരു ആണവ നിലയെ സ്ഥാപിച്ച് 74 പൊക്രാനിൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തിയിരുന്നു. ആ ആണവ പരീക്ഷണം നടത്തിയിട്ട് ആ ആണവ പരീക്ഷണം നടത്തിയതിന്റെ പേരിൽ മാത്രം ഇന്ത്യയിലേക്കുള്ള ന്യൂക്ലിയർ സപ്ലൈ അമേരിക്ക നിലനിർത്തി കഴിഞ്ഞു. അമേരിക്ക ഇന്ത്യയോട് ആണവ ഉപരോധം ഏർപ്പെടുത്തി. ഈയിടെയാണ് അത് എടുത്തുവായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഇന്നും പൊക്രാനിൽ ഈ ആണവ നിലയം അനാഥമാണ്. ഒരു ആണവ നിലയം ഒരു പരീക്ഷണം നടത്തിയതിന്റെ പേരിൽ അനാഥമായെങ്കിൽ ഇനിയും ഒരു പരീക്ഷണം നമുക്ക് നടത്തേണ്ടി വന്നാൽ ഈ രാജ്യത്ത് 40-ലധികം ആണവ റിയാക്ടറുകളാണ് അനാഥമാകാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ വളരെ ജാഗ്രതത്തോടുകൂടിയാണ് നമ്മുടെ ഭരണകൂടം ഇത്തരം അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അർത്ഥത്തിൽ ഇന്ത്യയുടെ സമകാലിക ഇന്ത്യയുടെ പിക്ചർ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ പൂർണ്ണമായും സാമ്രാജ്യത്വ വിധേയത്വ നയങ്ങളിൽ ഇന്ത്യയെ പൂർണ്ണമായ അർത്ഥത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെയും നമ്മൾ അറിയേണ്ടത്, ഒരു ഭാഗത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തോടുള്ള ചങ്ങാത്തം, മറുഭാഗത്ത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വരെ വഴിവെക്കുന്നതാണ് എന്നുകൂടി നമ്മൾ അറിയണം. അമേരിക്കൻ സാമ്രാജ്യത്വം ചങ്ങാത്തം കൂടിയ ഒരു രാഷ്ട്രത്തെയും അമേരിക്ക കൂടെ നിർത്തി വളർത്തുകയല്ല, കൂടെ നിർത്തി തളർത്തുകയാണ് ചെയ്തത് എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. ഇറാഖ് അതുപോലെ തന്നെ ഇറാഖ് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഉപകരണമാണ്. അഫ്ഗാനിസ്ഥാൻ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഉപകരണമാണ്. ഇന്ന് പാകിസ്ഥാനിൽ നിലകൊള്ളുന്ന അസ്ഥിരതയുടെ അടിസ്ഥാനം ചെയ്യുന്ന അന്വേഷണത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അവിടെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അഭിഹിതമായ ഇടപെടലുകളാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലെ അല്പം സൈബുദ്ധ രാജ്യമാണ്, ശക്തമായ രാഷ്ട്രമാണ്. ഈ രാജ്യത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കും വിധം രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ രാജ്യത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അറിവുകളും അനുഭവങ്ങളും ആസൂത്രിതമായ ഗൂഢാലോചനയോടുകൂടി നടക്കുകയില്ല എന്ന് പറയാൻ നമുക്കൊരിക്കലും വഴിയില്ല. കാരണം ഇന്ത്യയിൽ പല ഏജൻസികളെയും പിടികൂടുമ്പോൾ അവർ ഫണ്ടിംഗ് ഏജൻസികളാണ്. അവർക്ക് ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ നാടുകളിൽ നിന്നാണ്. ഇതിൽ ഹൈന്ദവ ഫാസിസ്റ്റ് സംഘടനകളും ഒട്ടും പിന്നിലല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഭീകരവേട്ടയിൽ പറയുന്ന കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുപോലെ ഇത് വിലയിരുത്താതിരിക്കാൻ നമുക്ക് നിലവാറുമില്ല. കാരണം ഇന്ത്യൻ സൈന്യത്തിന് ഉപദേശം നൽകുന്നത് മൊസാദാണ്. ഈ രാജ്യത്തിന്റെ സൈനിക സംവിധാനത്തിന് നമ്മുടെ ഭരണകൂടം അതുപോലെ തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നാണ്. കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഘട്ടത്തിൽ നമുക്ക് മുഖ്യോപദേശം തേടിയെത്തിയത് ഗുജറാത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ്. പരസ്പരം ലിങ്ക് പല വിഷയങ്ങളിലും പല സ്വഭാവത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നത് ലാഘവത്തോടുകൂടി നിലയിലെത്താൻ നമുക്ക് കഴിയുകയില്ല.
മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം ഒരു ഇത്തരത്തിലുള്ള പൊട്ടലും ചിക്കലും ഉണ്ടായിട്ടുണ്ടോ, ഒന്നുകിൽ ഒരു ഇലക്ഷന്റെ മുന്നോടിയായിട്ടാണ് അത് സംഭവിക്കുക, ഇല്ലെങ്കിൽ ഇന്ത്യ ഭീകരമായ കരങ്ങളിലും മുമ്പും സന്നദ്ധമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുള്ളത്. നിങ്ങൾക്കറിയില്ലേ, 1992 ബാബരി മസ്ജിദിന്റെ വിവാദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ മതേതരത്വം തന്നെ വെല്ലുവിളിക്കപ്പെടുന്നതിന്റെ മറവിൽ വെച്ചുകൊണ്ടാണ് 92 ഇന്ത്യയിൽ ആഗോള സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കി തുടങ്ങിയത് എന്ന് നമ്മൾ കാണാൻ കഴിയും. ശവപ്പെട്ടി കുംഭകോണം ഉൾപ്പെടെ പ്രതിരോധ രംഗത്തിൽ തോൽപ്പിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ഒറ്റുകൊടുത്തതിന്റെ പേരിൽ വിചാരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കാർഗിൽ ഇപ്പം നടന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. രാജ്യം ഒരു ഭാഗത്ത് അപകടകരമായ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഭരണകൂടം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്പോൺസേഡ് ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് എന്നത് കഴിഞ്ഞകാല ചരിത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇത് നമ്മൾ പറയുന്ന കാര്യം മാത്രമല്ല. നിങ്ങൾക്കറിയില്ലേ, ഈ അടുത്ത് ബാംഗ്ലൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ ശ്രീമതി സുഷമ സ്വരാജ് അവർ പറയുന്നതിന് നമ്മൾ വെറുതെ എടുക്കുക സാധ്യമല്ല. അവർ മുൻ കേന്ദ്രമന്ത്രിയാണ്. ശ്രീമതി സുഷമ സ്വരാജ് പറഞ്ഞു, ബാംഗ്ലൂരിൽ നടന്ന ബോംബ് സ്ഫോടനം ഇന്ത്യൻ ഭരണകൂടം ആസൂത്രണം ചെയ്താണ് എന്ന് അവർ പ്രസ്താവിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുക? ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് പാർട്ടി അല്ലെങ്കിൽ ഭരണകൂടം ആസൂത്രണം ചെയ്ത് സ്പോൺസർ ചെയ്തു എന്ന രീതിയിൽ അവർ പ്രസ്താവന നടത്തുകയുണ്ടായി. എന്തുകൊണ്ട് അവർക്കത് പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവരുടെ അനുഭവത്തിൽ നിന്നാവാനാണ് സാധ്യത. ഇടപെടി രാജ്യത്ത് NDA സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നതിനും ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു, ഏറ്റുമുട്ടലുകളും ഭീകരാക്രമണങ്ങളും തീവ്രവാദവും ആരുടെ ഭാഗത്ത് നിന്നായാലും ഏത് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നായാലും അതിന് മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിന്റെ വർണ്ണം നൽകാതെ അതിന് ശക്തമായ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് നിലവിലുള്ള സമകാലിക സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ടല്ല, 14 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമിക ദർശനത്തിന്റെ സമൂഹത്തിന്റെ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ജീവിതത്തെയും വിശുദ്ധ വേദഗ്രന്ഥമായിരുന്ന പയ്യൻ മുസ്ലിം അല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടോ. അങ്ങനെ 18-കാരൻ പയ്യനായിട്ട് പത്രകൂടങ്ങളിൽ പരാമർശിക്കപ്പെട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ മാങ്കാവിൽ നിന്ന് കോഴിക്കോട് മാങ്കാവിൽ നിന്ന് +1 പഠിക്കുന്ന 2 കുട്ടികൾ ഇതേപോലെ ഇമെയിൽ അയച്ചോ. അപ്പോൾ അവർ ഭീകരവാദികളായി. 18-കാരൻ പയ്യനാകുന്ന 16-കാരൻ മീഡിയകൾക്ക് മുമ്പിൽ ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു വല്ലാത്ത വൈരുദ്ധ്യാധിഷ്ഠിത സമീപനം എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു? കേരളത്തെ പോലെ പ്രബുദ്ധമായ ഒരു സമൂഹത്തിലുണ്ടാകുന്നു. ഇത് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയകളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ നീക്കമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മറുഭാഗത്ത് ഇസ്ലാമിക മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ ഭീകര ആരോപിക്കപ്പെടുന്ന സമൂഹത്തിന് ആശ്വാസത്തിനും ആത്മവിശ്വാസത്തിനും വക നൽകുന്ന ഉത്ഭുതമായ ഒരു ജനത ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഹിന്ദു സുഹൃത്തുക്കൾ മുഴുവൻ ഹിന്ദുത്വ ഫാസിസ്റ്റുകളല്ല. ഇന്ത്യയിലെ ഇന്ത്യൻ ജനത ഈ അർത്ഥത്തിൽ കാര്യങ്ങളെ കാണുന്നവരല്ല. അതുകൊണ്ടാണ് ഫാസിസ്റ്റുകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തിൽ നിന്നും ആ അർത്ഥത്തിൽ ഉയർന്ന ഒരു സമീപനം ഉയർന്നു വരേണ്ടതുണ്ട്. ഞാൻ ഏറ്റവും അവസാനം ഞാൻ പറയട്ടെ, ബംഗ്ലാ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലാ ബോംബ് സ്ഫോടനങ്ങളും നടന്നപ്പോൾ അതിന്റെ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ പാർട്ടിയിൽ രാജ്യവർഗമെന്ന ആവേശം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നപ്പോൾ നമ്മുടെ ആഭ്യന്തര മന്ത്രിയുടെ കീഴിൽ ഡൽഹിയുടെ പരിസരത്ത് ജാമിയ നഗർ എന്ന് പറയുന്ന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിന്റെ നടുമുറ്റത്ത് 2 കൊച്ചുകുട്ടികൾ വെടിയേറ്റ് മരിച്ചു. എന്താ? ഭീകരവാദികളുമായി ഏറ്റുമുട്ടി മരിച്ചു എന്നാണ് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത്. നിങ്ങളാലോചിച്ച് നോക്ക്, അഹമ്മദ് സ്ഫോടനത്തെക്കുറിച്ച്, ഡൽഹി ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് ഒരുപാട് വർത്തമാനങ്ങൾ നമ്മുടെ മീഡിയയിലൂടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. അബൂ ബഷീറാണ് അതിന്റെ ശില്പി, അതല്ല സുബ്ഹാൻ ഖുറൈശിയാണ് അതിന്റെ ശില്പി, അതല്ല തൗഹീദാണ് അതിന്റെ ശില്പി. ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ ഇന്ത്യൻ സമൂഹത്തിലേക്ക് അവർ ഇട്ടുകൊടുത്തു. ഇവരാണ് ഈ പറയപ്പെട്ട ബോംബ് സ്ഫോടനങ്ങളൊക്കെ സംഘടിപ്പിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് രേഖാചിത്രം പുറത്തിറക്കി. പക്ഷേ സാജിദിനെയും അതുപോലെ തന്നെ ഈ 2 ചെറുപ്പക്കാരെയും സാജിദ് ബിൻ ഫായിസ് ഈ 2 ചെറുപ്പക്കാരെയും വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം പിന്നീട് രേഖാചിത്രവുമായി തൊട്ടിച്ചു നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ തൗക്കീറിനെയും സുബ്ഹാൻ ബഷീറിനെയും കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നീട് രാജ്യത്ത് നടന്ന എല്ലാ സ്ഫോടനങ്ങളും ഈ ചെറുപ്പക്കാരാണ് ചെയ്തത്. കാരണം ഒരിക്കലും മരിച്ച ജലത്തിന്റെ ഭാഗത്ത് നിന്ന് മറുവാദം കേൾക്കാൻ കഴിയില്ല എന്ന ധൈര്യം അല്ലെങ്കിൽ ആ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചത്. എത്രയാണ് പ്രായം അറിയാമോ? 16-17 വയസ്സുള്ള ചെറുപ്പക്കാർ. നിങ്ങൾ
ആലോചിക്കേണ്ട കാര്യമാണ്. അതുമല്ല ഈ ഓപ്പറേഷൻ വളരെ രസകരമാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഒരുപക്ഷെ എന്റെ ഇതിന്റെ സുഹൃത്തുക്കളോട് ക്ഷമിക്കണം, ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക്, സമാധാനകാംക്ഷികൾക്ക് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇത്രമാത്രം ആത്മവിശ്വാസം പകർന്ന ഒരു ചരിത്ര സന്ധി ഒരുപക്ഷെ ഈ അടുത്തായിട്ടുണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഒരു ജനത സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ആക്ടിവിസ്റ്റുകളായ, ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തകരായ, ഇന്ത്യയിൽ അരുന്ധതിയെ പോലെയുള്ള, ടീസ്റ്റയെ പോലെയുള്ള, നന്ദയെ പോലെയുള്ള, സംഗീതാമയെ പോലെയുള്ള, പ്രഫുല്ലിദ്വായെ പോലെയുള്ള, നല്ല അജിത്സായിയെ പോലെയുള്ള, ടഹേക്ക നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ബക്ക സംഭവത്തിന്റെ മറുവശം ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പ് വിളിച്ചു പറയുവാനുള്ള അവസരമൊരുക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജാമിയ നഗർ എന്ന് പറയുന്ന ടൗണിൽ നിന്ന്, ഡൽഹി പട്ടണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കലാലയം, പാരമ്പര്യമുള്ള ഒരു കലാലയം, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേറെ പങ്കുവഹിച്ച ഒരു കലാലയം. ആ കലാലയത്തിന്റെ മുറ്റത്ത്, ആ കലാലയത്തിന്റെ ആ പരിസരത്ത് 5000-ഓളം സൈനിക ഉദ്യോഗസ്ഥർ നിശ്ചയിക്കുന്ന പോലീസുകാർ, 5000-ഓളം പോലീസുകാരാണ് ജാമിയ നഗർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 100-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബക്ല ഹൗസ് പറയുന്നു. അതും കഴിഞ്ഞിട്ട് 60-ഓളം ബുള്ളറ്റ് പ്രൂഫിട്ട ഉദ്യോഗസ്ഥന്മാർ ഈ വാതിൽ പോയിട്ട് മുട്ടി വിളിക്കുന്നു. അതിൽ നിന്ന് 4 ചെറുപ്പക്കാർ ഈ ബുള്ളറ്റ് പ്രൂഫിട്ട ഉദ്യോഗസ്ഥന്മാരെ മറികടന്ന്, 100 പോലീസ് ഉദ്യോഗസ്ഥരെ മറികടന്ന്, 5000-ഓളം ജാമ്യ നഗർ വളർന്ന ആളുകളെയും മറികടന്ന, ശരീരത്തിൽ പോറൽ പോലും വെക്കാതെ പത്രങ്ങൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കാത്ത 2 കുട്ടികളെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇതാർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? മാത്രമല്ല, പരിസരവാസികൾ പറഞ്ഞ കഥ, അവർ പുറത്തേക്ക് വാതിൽ തുറന്ന് അവരെ ഒച്ചയും ബഹളവും കേട്ടപ്പോൾ അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് കയറണം. അങ്ങനെ അവർ ബാത്റൂമിന്റെ ചെറിയ ജനലഴികളിലൂടെ അവർ പുറത്തേക്ക് നോക്കി. അവർക്ക് കാണാൻ കഴിഞ്ഞത് റൂമിൽ നിന്ന് ഈ 2 ചെറുപ്പക്കാരെയും വലിച്ചിരിച്ച ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവർ കണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് വെടിവെച്ചാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ട് മോഹൻ ശർമ്മ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസുകാർ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന ചിത്രവും കണ്ടു. എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. ആ മോഹൻ ശർമ്മ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയ വെടിയുണ്ടയെന്റെ നിയമത്തിന്റെ മുമ്പിൽ വരാതിരുന്നത്. അതിൽ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ വന്നാൽ ഒരുപക്ഷെ ആ വെടിയുണ്ടയുടെ അടിസ്ഥാനം ഭീകരവാദികളാകാൻ സാധ്യതയില്ല. ഫ്രണ്ട്ലി ഫയർ എന്ന ഔട്ട്ലുക്ക് മാഗസിൻ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ഔട്ട്ലുക്ക് മാഗസിൻ വളരെ ഭംഗിയായിട്ട് ആ സംഭവം ചിത്രീകരിച്ചു. ഔട്ട്ലുക്ക് മാഗസിനിൽ അതിനെക്കുറിച്ച് വന്നത് ഫ്രണ്ട്ലി ഫയർ, സൗഹൃദ വെടിയാണ് കൊണ്ടത്, സുഹൃത്തിന്റെ വെടിയാണ് കൊണ്ടത് എന്തായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഔട്ട്ലുക്ക് മാഗസിൻ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ നോക്കുക, സാജു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അവന്റെ തലയൊട്ടിയിൽ നിന്ന് ഈ മൊബൈലിലെ ക്യാമറയിലൂടെ എടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ തളച്ചിരിക്കുന്ന വെടിയുണ്ടകളെല്ലാം മുകളിൽ നിന്ന് തലയ്ക്ക് താഴോട്ടാൻ, ഒരു വെടിയുണ്ട ഈ ചെവിയുടെ ഭാഗത്തൂടെ തറച്ചിട്ട് തോളയിലൂടെ പുറത്തേക്കാൻ. ഇതിനർത്ഥം എന്താണ്? ഇതാണോ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത്? ഒരുപക്ഷെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാൽക്കീഴിൽ കടന്നിട്ട് ഈ ചെറിയ പയ്യൻ ജീവിതത്തിലും ജീവനും വേണ്ടി യാചിച്ചിട്ടുണ്ടാകും. മുകളിൽ നിന്ന് താഴോട്ടാണ് വെടിയുതിർത്തിരിക്കുന്നത്. ഇതാണോ ഭീകരവാദികൾ? ആ 16ഉം 17ഉം വയസ്സുള്ള ചെറുപ്പക്കാർ എന്തെല്ലാം കാര്യങ്ങളാണോ 30 കോടി രൂപ, 3 കോടി രൂപ ഈ ചെറു പയ്യന്റെ സാജിദിന്റെ അക്കൗണ്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. UP-യിലുള്ള അൽജൻഡ് ഭാഗത്തുള്ള ബാങ്കിന്റെ മാനേജർ പത്രക്കാരോട് പറഞ്ഞു, അവന്റെ കയ്യിൽ ഈ പറയപ്പെട്ട പോലെ 3 കോടി പോയിട്ട് 3000 രൂപ പോലും തികച്ചില്ല എന്നാണ് അവർ പത്രങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ അപവാദങ്ങൾ പ്രചരിപ്പിക്കുക, പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തുക, എന്നിട്ട് ഓപ്പറേഷൻ നടത്തുക, എന്നിട്ട് അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവാർഡുകൾ കൊടുക്കുക. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഈ ഒരു സ്വഭാവത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ് ബക്ലാഹൂർ സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. മുസ്ലിം സമൂഹം മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുള്ള എല്ലാ വലിയൊരു ജനവിഭാഗം അത് ആവശ്യപ്പെട്ടോ, ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടോ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ഭരണകൂടത്തിന്റെ ഇത്തരം നീക്കങ്ങൾ ഭീകരവാദികളുടെ സൃഷ്ടിപ്പിനുള്ള സാന്നിധ്യം ഒരുക്കുന്നില്ലേ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ഭാഗത്ത് വർഗീയ ഫാസിസത്തിന്റെ, മറുഭാഗത്ത് മുതലാളിത്ത സാമ്പത്തിക നയങ്ങളുടെ, മറ്റൊരു ഭാഗത്ത് സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഉത്തരനായിട്ട് നമ്മുടെ രാജ്യം മാറാൻ പാടില്ല എങ്കിൽ രാജ്യത്തെ ഉത്ബുദ്ധ ജനത ഉത്ബുദ്ധതയോടുകൂടി പ്രതികരിക്കേണ്ടതുണ്ട്. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്.
നമ്മുടെ മീഡിയകളെ തിരുത്താനുള്ള തന്റെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ശരിയായിട്ടും വിശാലതയോടുകൂടി നിർവഹിക്കാൻ കഴിയുന്ന പ്രഷർ മൂവ്മെന്റ് ആയിട്ട് ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് വളർന്നു വരാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. ഈ രാജ്യത്തെ എല്ലാവരുടെ വിശ്വാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ട ഇന്ത്യയല്ല. എത്രയാണ് ഇന്ത്യയുടെ ഫാസിസ്റ്റുകളുടെ പോലെയും വളരെ ചെറിയ ശതമാനമാണ്. അതുകൊണ്ട് ഇരകളാക്കപ്പെടുന്ന ജനവിഭാഗവും രാജ്യത്തിന്റെ താൽപര്യം മുൻനിർത്തുന്ന ആളുകളും ഒരിക്കലും നിരാശനാകാൻ പാടില്ല. ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ നിലവിലുള്ള സ്ഥിതിവിശേഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആർജവത്തോടുകൂടിയുള്ള നിലപാടെടുക്കുവാൻ നമ്മൾ സന്നദ്ധമാവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ സാമ്രാജ്യത്വത്തോട് ഫാസിസത്തോട് കൂട്ടായ്മ ചേരാവുന്ന ആളുകളുമായിട്ടെല്ലാം നമ്മൾ കൂട്ടായി ചേരേണ്ടതുണ്ട്. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പറയുന്ന പ്രശ്നം മുസൽമാന്റെ പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. ഈ പറയുന്ന പ്രശ്നം ഒറീസയുടെ പ്രശ്നം ക്രിസ്ത്യാനിയുടെ പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര ഏറ്റുമുട്ടൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ത്യയുടെ ബഹുസ്വരത നിലനിൽക്കണമോ എന്നതാണ് പ്രശ്നം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിൽക്കണമോ എന്നതാണ് പ്രശ്നം. ഇന്ത്യയുടെ സ്വസ്ഥം നിലനിൽക്കണമോ എന്നതാണ് പ്രശ്നം. ഇന്ത്യയുടെ ജനാധിപത്യം ഡെമോക്രസി നിലനിൽക്കണമോ എന്നതാണ് പ്രശ്നം. ഇത്തരം ഒരു മൗലികമായ ചോദ്യത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായ മറുപടിയെ പറയാൻ കഴിയുകയുള്ളൂ. ആ മറുപടി ഇന്ത്യ നിലനിൽക്കണമെന്നതാണ്. ഇന്ത്യ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജനവിഭാഗം ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള വിവേചനപരമായ നടപടികളെ, ഇത്തരത്തിലുള്ള അനീതിയോടുകൂടിയ നിലപാടുകളെ, ഇത്തരത്തിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകളെ ഒറ്റക്കെട്ടായി വിചാരണ ചെയ്യുവാനുള്ള കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. തീവ്രവാദം ഇതിന്റെ പരിഹാരമല്ല, ഭീകരവാദം ഇതിന്റെ പരിഹാരമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സാന്ദർഭികമായി നിർത്തുന്നു, മുസ്ലിം സമുദായത്തിന്റെ അകത്തിൽ നിന്നും പലപ്പോഴും ദൗർഭാഗ്യവശാൽ പ്രതിഭീകരവാദത്തിന്റെ ചില ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ വിസ്മരിക്കേണ്ട കാര്യമില്ല. ഉന്നതുപോലെ നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട്. എന്താ അനുവദിച്ചാണ്ട് അല്ല, സ്വാതന്ത്ര്യാനന്തരം ഗാന്ധി വധത്തോടുകൂടി ആരംഭിച്ച ഫാസിസത്തിന്റെ കറുവാഴ്ച കടിപ്പെട്ട നിയമവാദികളുടെയും നീതിപീഠത്തിന്റെയും ഭാഗത്തിൽ നിന്നും നിരാശ മാത്രം ബാക്കിപത്രമായ മുസ്ലിം ചെറുനിലപക്ഷത്തിന്റെ അകത്തിൽ നിന്ന് അവിവേകികളായ ഏതാനും യുവാക്കളുടെ ഭാഗത്തിൽ നിന്ന് അവിവേകത്തോടുകൂടിയുള്ള ചില ചുവടുവെപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിം മുഖ്യധാര അതിനെയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് പരിഹാരമല്ല. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ മുസ്ലിം സമുദായം അവരുടെ സുരക്ഷ അവരെല്ലാം ഏറ്റെടുക്കേണ്ടത്. ഇന്ത്യൻ ജനത കൂട്ടായിട്ടാണ് അതിൽ പരിഹാരം കണ്ടെത്തേണ്ടത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കൂട്ടായിട്ടാണ് അതിനെ ചെറുക്കേണ്ടത്. ഇന്ത്യയുടെ പാരമ്പര്യമുണ്ട്. ഇന്നും ആ പാരമ്പര്യം ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കലാപങ്ങളിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മധ്യേ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പണകൊടുക്കുന്ന അമ്മമാരെ ഇന്നും വർഗീയത താണ്ഡവമാടുന്നവരുടെ നിലങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് തീരുന്നുണ്ടായില്ല. ഞങ്ങൾക്കിടയിൽ ആരാണ് SR ഈരാനിനെ പുറത്തു കൊണ്ടുവന്നത്? ശുദ്ധ ബ്രാഹ്മണ സ്ത്രീയായ നന്ദിദാസ്. ആരാണ് ഈ ഗുജറാത്തിൽ വംശനത്തേക്ക് വിജയനായ മുസ്ലിം ചെറുപ്പക്കാർക്ക്, മുസ്ലിം കുടുംബങ്ങൾക്ക് നഷ്ടം നേരിട്ടിരുന്നതുകൊണ്ട് ആരാണ് നിയമപരമായി പോരാട്ടം നടന്നത്? അതുപോലെ തന്നെ ആരാണ് ഈ പറയപ്പെട്ട ബംഗ്ലാ സംഭവത്തിലുൾപ്പെടെ ശക്തമായി പ്രതികരിച്ചത്? അടുത്ത ഹീറോയെ പോലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് ജാതിമത പരിഗണനകളെ കഠിനമായി തെറ്റുന്ന തുറന്നു തീർക്കാനും തള്ളിപ്പറയുവാനും തന്റേടമുള്ള ഒരു സമൂഹം ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. മുസ്ലിങ്ങൾ ഒരിക്കലും വേറിട്ടല്ല സംഘടിക്കേണ്ടത്, സംഘടിതമായി കൂട്ടായ്മയോടുകൂടി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഒരിക്കലും തീവ്രവാദം പ്രതിരോധമല്ല, പ്രതിരോധം ഒരിക്കലും പരിഹാരമല്ല. പ്രതിരോധം അപരാധമാണ്. അപരാധമല്ല എന്നല്ല, അപരാധമാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ, പ്രതിരോധം എന്ന പദപ്രയോഗത്തിനപ്പുറത്തേക്ക് ഒരു ജനത വിഭാഗം പ്രഖ്യാപിക്കുന്ന രീതി അത് സൃഷ്ടിച്ചു വെക്കുന്ന ദുരന്തം. ഞാൻ കേരളത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ കേരളക്കരയിൽ മാത്രം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സമുദായത്തിന് എത്രമാത്രം സുരക്ഷിതത്വം നൽകി കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ഓപ്പറേഷനുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. രാത്രിയുടെ ഇടയിൽ മറന്നുകൊണ്ട് വിഭാഗ പ്രഖ്യാപിക്കുകയും നേരം പുലർന്ന് വെളിച്ചം വെക്കുന്നതിന് മുമ്പ് നാടുകയും എന്നിട്ടൊരു സമുദായത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ശത്രുവിന്റെ കത്തിത്തലത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുകയും
ചെയ്യുകയും ചെയ്യുന്ന നീക്കം എത്രമാത്രം സുരക്ഷിതമായ സമുദായത്തിനെങ്കിലും തിരൂരിലെ, മട്ടന്നൂരിലെ, മാറാട്ടിലെ ബാലൻസ് ഷീറ്റുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു സമുദായത്തിന്റെ ലാഭ്യതയുടെ കണക്കുകൾ പരിശോധിക്കപ്പെടുന്നിടത്ത് സ്വസ്ഥമായി അന്തിയുറങ്ങിയിരുന്ന ഒരു ജനതയുടെ സ്വത്ത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ജനത ഒരു പ്രദേശത്തിൽ നിന്ന് തന്നെ എടുത്തുമാറ്റപ്പെടുന്ന ഒരു സാന്നിധ്യത്തിന്റെ പേരാണോ സുരക്ഷിതത്വം? ഞാൻ പറഞ്ഞു വരുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ, ഇതുപോലുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷിയാകുമ്പോൾ അവരുടെ വൈകാരികതയെ രൂപീകരിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെയും തിരിച്ചറിവിന്റെയും ജീവനത്തിന്റെയും തരത്തിലേക്ക് നോക്കിയാൽ അത് അപരിഹാര്യമായ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇസ്ലാം അതിനനുവാദം നൽകുന്നില്ല. ഇസ്ലാം നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. ചരിത്രത്തിൽ ഒരു പ്രവാചകൻ പോലും കയ്യിലെടുത്തിട്ടില്ല. ചരിത്രത്തിൽ ഒരു പ്രവാചകൻ പരീക്ഷിക്കപ്പെടാതിരുന്നിട്ടില്ല. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള നടപടികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ പിൻബലത്തിലല്ലാതെ, ഒരു ഭരണകൂടത്തിലെ നിയമമാക്കിയുടെ പിൻബലത്തിലല്ലാതെ അത് നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇരുളിന്റെ മറവിൽ രഹസ്യമായി ജിഹാദുകൾക്കായിട്ട് പകലിന്റെ വെളിച്ചത്തിൽ ഓടിയൊളിക്കുന്ന ആ ഒളിച്ചോട്ടത്തിന്റെ ജിഹാദ് ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കാത്ത ജിഹാദാണ്. അത് സമുദായത്തിന് സുരക്ഷിതത്വമല്ല, സമുദായത്തിന് സ്വീകരിക്കാത്ത അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് ഇന്ത്യൻ ജനത ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന നൂറായിരം നാട്ടുകളുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അവരോട് നമ്മൾ കൈകോർക്കണം. ഒരു പുതുസ്വര സമൂഹത്തിനകത്ത് ജീവിക്കേണ്ടുന്ന മര്യാദയും മുസ്ലിം സമൂഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുകൂട്ടരും പാലിക്കണം. ഒരു ഭാഗത്ത് നിരന്തരമായ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ ഭീകരം വിതരണിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയകൾക്ക് മധ്യേ ഒരുപക്ഷെ നമ്മുടെ അമുസ്ലിം സുഹൃത്ത് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം. ആ തെറ്റിദ്ധാരണയെ ജീവിതം കൊണ്ട് തിരുത്തണം, ആദർശപരമായ ജീവിതം കൊണ്ട് തിരുത്തണം. ഇതിന്റെ ദുഃഖനമാരെ സൃഷ്ടിക്കുവാൻ മുസ്ലിം സമൂഹത്തിനും സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ ജീവതകളുടെയും മാറാപ്പ് പോലുന്ന, എല്ലാ തിന്മകളുടെയും അട്ടിപ്പാറായി മാറുന്ന, എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വക്താക്കളും പ്രയോക്താക്കളുമായി മാറുന്ന ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഒരു ജനതയ്ക്കും സംഭാവന ചെയ്യാൻ കഴിയാത്ത ഒരു പാരമ്പര്യ സമുദായം എന്ന അർത്ഥത്തിൽ നിലകൊള്ളുന്നതിന് പകരം ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് മാതൃകകൾ കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ആദർശത്തെ പ്രകാശമാനമാക്കുന്ന ഒരു അതുല്യമായ മാതൃകാപരമായ ജീവിതത്തിന് ഇസ്ലാമിക സമൂഹം തുടക്കം കുറിക്കണം. തെറ്റിദ്ധാരിക്കപ്പെട്ട് വ്യതിചരിക്കപ്പെട്ട സമൂഹത്തിനകത്ത് ജീവിതം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കുഴപ്പക്കാരനായ മുഹമ്മദ്, കുടുംബത്തെ വിധിപ്പിക്കുന്ന മുഹമ്മദ്, നാട്ടിൽ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന മുഹമ്മദ്, എന്തെല്ലാം പരാമർശങ്ങളാണ് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രവാചക സമൂഹത്തിനകത്തിരുന്നാണ് അബൂബക്കർ സിദ്ദീഖ് നാടുകൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ അബൂബക്കർ സുജാബാബക്കർ സിദ്ദീഖ് താങ്കളൊരിക്കലും നാട് വിടാൻ പാടില്ല, താങ്കളെപ്പോലെ ജനങ്ങൾക്ക് ഉപകാരം എന്നൊരു വ്യക്തിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആരാണ് പറഞ്ഞത്? ഇബ്നു ദുബലയാണ് പറഞ്ഞത്, മുശ്രിക്കാണ് പറഞ്ഞത്. എനിക്ക് ആരാധന നടത്തണം, എനിക്ക് എന്റെ വിശ്വാസപ്രമാണങ്ങൾ കാത്തുസൂക്ഷിക്കണം, അതാണ് പ്രശ്നം. അതിന് എന്റെ വീട്ടിൽ നിനക്ക് സൗകര്യം ചെയ്തുതരാനാണ് സമ്മതമാണ്. എന്തുകൊണ്ട് സുഹൃത്തുക്കളെ ആദർശത്തിന്റെ തിളങ്ങുന്ന മാതൃകളാണ് നമുക്ക് കഴിയില്ല. ഞാൻ പറയുമ്പോൾ ഒരു ആത്മവിമർശനം നമ്മൾ നടത്തണം. നാം നമ്മുടെ ദൗത്യം നിരോധിച്ചിട്ടുണ്ടോ? നാം നമ്മളായി മാറിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തും സന്ദേശമാണോ ഇവരുടെ ജനവിഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇന്ത്യയിലെ ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്നിടത്ത് ഭീകര വേട്ട ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വിശകലനം ചെയ്യുന്നിടത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്തിൽ നിന്നും സന്തുലിതമായ ഒരു സമീപനം ഉണ്ടാകണമെന്നോ, ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെ ജാതിമത പരിഗണനകൾക്ക് അതീതമായ ഒരു കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റക്കെട്ടായിട്ട് എതിർക്കുക. രാജ്യത്ത് ഏത് സംഭവങ്ങളുണ്ടായോ ആ സംഭവങ്ങളെ കൂട്ടായി എതിർക്കുക. ജാതി തിരിഞ്ഞോ മതം തിരിഞ്ഞോ അല്ല, ഒറ്റക്കെട്ടായിട്ട് ബോംബെ ബോംബ് സ്ഫോടനത്തോട് യോജിക്കുന്നവരാരാണ്? ഗുജറാത്ത് സംഭവത്തോട് യോജിക്കുന്നവരാരാണ്? ആരും യോജിക്കുന്നവരില്ല. ഇന്ത്യയിൽ ഇരുട്ടിന്റെ ശക്തികളോട് വിയോജിക്കുന്നവരും ജനവിഭാഗത്തിനും ഒരേ കുടക്കിയിൽ അണിനിരക്കുന്നതുമെന്നാണ് പ്രശ്നം. അത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ഒരു പുതിയ ഊർജിയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടത്. നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയെടുക്കുന്ന കരാറുകളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികം തിരുത്തുന്ന നമ്മൾ തോന്നിയാക്കുന്ന സാമ്രാജ്യത്വത്തോടാൾക്കാണ് യോജിപ്പ്. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അധികാരി വർഗത്തിന്റെ നിർബന്ധിതാവസ്ഥയുമായ ജനങ്ങൾക്ക് നിർബന്ധിതാവസ്ഥയാണുള്ളത്. എന്റെ മുന്നിലൂടെയും
തലമുറയെപ്പെടുത്തിക്കൊണ്ട് കോടികൾ കടമെടുത്തുകൊണ്ട് രാജ്യത്തെ സാമ്രാജ്യത്വത്തിന്റെ കാൽക്കിയിൽ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നമ്മൾ തന്നെ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ തിരുത്താനുള്ള ആർജവും ജനങ്ങൾക്കുണ്ടോ എങ്കിൽ നാട് നന്നാക്കാൻ സമൂഹത്തിന് സാധിക്കും. കാരണം ഇന്ത്യയിൽ ഒരു ഡെമോക്രസി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനാധിപത്യ സംവിധാനത്തിലൂടെ അത്തരത്തിലുള്ള തിരിച്ചുപിടിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ താൽക്കാലികമായി അടിയന്തരമായി പ്രഥമമായി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അത് ശാശ്വതമായ പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ ജീവിതത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് മൗലികമായ ഒരു കാഴ്ചപ്പാട് വെച്ചുപുലർത്തുന്ന ഒരു ദർശനത്തിന്റെ വക്താവെന്ന നിലയ്ക്ക് ഞാൻ പറയും അത് ശാശ്വതമായ പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളും സംവാദങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കണം. എന്താണ് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം? ഇവിടെ അടിസ്ഥാനപരമായി മനുഷ്യനെ മനസ്സിലാക്കേണ്ടടുത്ത് എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും തെറ്റുപറ്റിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ആദ്യപടി ഞാൻ പറഞ്ഞു, കൂട്ടായി ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കൂട്ടായി നമ്മൾ ചെറുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ പറയുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൗലികമായി നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും അനിവാര്യമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകളുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ, ക്യാപിറ്റലിസ്റ്റ് അവന്റെ കാഴ്ചപ്പാട് പകരുന്നതാണെങ്കിലും രേഖപ്പെടുത്തട്ടെ, മതമുള്ളവനും മതമില്ലാത്തവനും പറയാനുള്ളത് പറയട്ടെ. മൗലികമായി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന് പറയാൻ ചില കാര്യങ്ങളുണ്ട് എന്നുള്ള കൂട്ടത്തിൽ ഉറപ്പുകയാണ്. ഇങ്ങനെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ പരസ്പരം സംഭവിച്ചുകൊണ്ട് ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സമാധാന അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നിലകൊള്ളേണ്ടതുണ്ട്. ആലോചനമായ സംവാദത്തിലൂടെ മാത്രമേ നമുക്ക് ശരിയായ പരിഹാരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുതലാളിത്തം തകർന്നതിന്റെ കമ്മ്യൂണിസത്തിന് ഒരുപക്ഷെ ഹിസ്റ്ററി ചരിത്രം അവസാനിച്ചിരിക്കുന്നു. ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്നു, ഈ ചരിത്രത്തെ നിർണ്ണയിക്കുന്നത് ഞങ്ങളാണ് എന്ന ഒരുപാട് വാഗ്വാദം മുഴക്കിക്കൊണ്ട് കടന്നുവന്ന മുതലാളിത്ത സാമ്രാജ്യത്തിൽ ശരീരത്തിനാരാമോദീസായി പറഞ്ഞതുപോലെ ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും അപ്പേലിട്ട തലമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തകർന്നതിന്റെ ഭൗതിക ദർശനങ്ങളുടെ സഭക്കൂടലിൽ നിന്ന് മറുഭാഗത്ത് മുതലാളിത്തത്തോടും മുഖാമുഖങ്ങളുണ്ട് ഇസ്ലാമിക ദർശനം എന്ന ഒരു നവജാഗരണ പ്രക്രിയ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഒരു മതവിന്തിരിപ്പ് കാഴ്ചപ്പാടിന്റെ ഏകമർത്ഥത്തിലുള്ള ലേഖലെത്തിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം താൻ ജീവിക്കുന്നതിന്റെ ചുറ്റുപാടുകളെ ഒരു സമുദായത്തിന്റെ ചട്ടക്കൂടുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നതിന് പകരം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ജീവിത കാഴ്ചപ്പാടുകളെ, പ്രപഞ്ച വീക്ഷണത്തെ, ദൈവികമായ വീക്ഷണത്തെ വിലയിരുത്തുവാനും പഠിക്കുവാനും കൂടി ഇത്തരം വേളകൾ നമുക്ക് സഹായകമാകേണ്ടതുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർമ്മാണമില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, മനുഷ്യനെക്കുറിച്ചുള്ള മൗലികമായ കാഴ്ചപ്പാട് ലോകത്ത് തിരിച്ചപ്പെടേണ്ടതുണ്ട്. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ വയറുള്ളവൻ മാത്രമാണ്. അവന്റെ പ്രശ്നം വയറ് മാത്രമാണ്. സമ്പത്തും അതുപോലെ തന്നെ അവന് തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, ഇതിനപ്പുറത്തേക്ക് മനുഷ്യന് തരമില്ല എന്ന് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യന് തത്വശാസ്ത്രം കഴിച്ച ഭൗതിക ദർശനങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ അനന്തരഫലമാണ് ആധുനിക ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ഭക്ഷണം കൊടുത്തോ, അവന് വെള്ളം കൊടുത്തോ, അവന് ഭോഗിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തേ, എന്നാലും മനുഷ്യന് മനസ്സമാധാനം ലഭിക്കുമോ? മനുഷ്യന് മനസ്സമാധാനം ലഭിക്കില്ല. സാമ്രാജ്യത്ത് അമേരിക്ക ഇന്ന് ലോകത്ത് കെട്ടണിച്ചു വിട്ട ഭോഗാസക്തി അധിഷ്ഠിതമായ ജീവിതമെന്ന് അമേരിക്കൻ ജനങ്ങളെ എവിടെ എത്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ്. അവന് അന്നത്തിന്റെ കമ്മിയല്ല, അവന് വെള്ളത്തിന്റെ കമ്മിയല്ല, അവന് ജീവിതത്തിൽ ലൈംഗിക ഉദാരതയുടെ കുറവല്ല. എല്ലാം ആലോചിക്കുന്നതിന് ശേഷവും അവൻ ലോകത്ത് അവന്റെ ജീവിതത്തിൽ നിന്ന് മയക്കുമരുന്നിന്റെ, മദ്യത്തിന്റെ, മാനസിക അസുഖത്തിന്റെ ഒരു തലത്തിലേക്ക് അവൻ എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വരുന്നത്. മനുഷ്യൻ ഭൗതികമായ അവന്റെ ശരീരം പോലെ തന്നെ അവൻ ആത്മാവുണ്ട്. ആത്മാവും ശരീരവും ചേർന്ന മനുഷ്യ ഘടനയെ അഭിമുഖീകരിക്കുവാൻ ഏത് തത്വശാസ്ത്രത്തിന് സാധിക്കുമെന്ന മൗലികമായ ഒരു ചോദ്യം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഉയർന്നു വരുന്നു. ആത്മാവിനെ അഭിമുഖീകരിക്കുവാൻ ഭൗതിക ദർശനങ്ങൾക്ക് സാധിക്കുന്നില്ല. ശരീരത്തെ അവന്റെ ലൗകികമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ ചില പരമ്പരാഗത മതതത്വങ്ങൾക്കും കഴിയുന്നില്ല. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യനെ സമഗ്രമായി അഭിമുഖീകരിക്കുന്നത് എന്ന സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. മനുഷ്യന്റെ ആത്മീയകാലത്തെ എന്ന് ആ കഴിവുകളിലേക്ക് ഒഴിപ്പിച്ചു കൊടുക്കുന്നതിനായിരിക്കാം മുതലാളിത്തത്തിന്റെ ഭൗതികാസക്തിയിൽ എല്ലാ അർത്ഥത്തിലും നിരാശമായ ജനത ഇന്ന് അമേരിക്കയിൽ ഉൾപ്പെടെ ആധുനിക കേന്ദ്രങ്ങളിലേക്ക് ആട്ടിത്തെറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതതിനേക്കാളും വലിയ ചൂഷണകേന്ദ്രമാണ്. അത് പൗരോഹിത്യത്തിന്റെ ആളുകളാണ്. അത് മുതലാളിത്തത്തിന്റെ സൃഷ്ടിയാണ്. അത് ആളുകളെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല ഉപകരണവും ഉപാധിയുമാണ്. മറുഭാഗത്ത് ആത്മീയതയെ വിനാശിച്ചുകൊണ്ട് ആധുനിക ജനത എത്തിപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിന്റെ അനാജകത്വത്തിലേക്കാണ്. ഈ രണ്ടിനും മധ്യേ മനുഷ്യന്റെ ആത്മീയ തലത്തെയും ഭൗതിക തലത്തെയും അഭിമുഖീകരിക്കുന്ന സമഗ്രമായ ഒരു ദർശനത്തെയാണ്
യഥാർത്ഥത്തിൽ ഇസ്ലാം സമൂഹത്തോട് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തകരുന്ന സാമ്പത്തിക സംവിധാനത്തിന് മധ്യേ എന്ന് ലോകം ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തകരുന്ന സാമ്പത്തിക ക്രമത്തിന് മധ്യേ ഇന്ന് ലോകം ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് എന്റെ സുഹൃത്തുക്കളുടെ തകരുന്ന സമ്പദ്ഘടന, കമ്മ്യൂണിസത്തിന്റെ ക്യാപിറ്റലിസത്തിന്റെ തകർന്ന ഈ ക്യാപിറ്റലിസത്തിന്റെ കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന് മധ്യേ ചാരിറ്റി മുഖത്തോടുകൂടിയുള്ള മനുഷ്യ പക്ഷത്ത് നിലകൊള്ളുന്ന ജനവിഭാഗത്തിന് ദൈവം നമ്പരാൻ നിർത്തിയിരിക്കുന്ന അനുഗ്രഹവും അതുപോലെ തന്നെ ഒരുപാട് അവകാശികളും എന്ന് പഠിപ്പിക്കപ്പെട്ട സമ്പത്തിന്റെ ഉടമാവകാശവുമായി ബന്ധപ്പെട്ട ഓരോമായ കാഴ്ചപ്പാട് സമർപ്പിക്കുന്ന ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ പഠനവിധേയമാക്കേണ്ടിയിരിക്കുന്ന സമ്പത്താരുടേതാണ്. കമ്മ്യൂണിസം പറഞ്ഞു, സ്റ്റേറ്റിന്റേതാണ്. മുതലാളിത്തം പറഞ്ഞു, അല്ല അത് വ്യക്തിയുടേതാണ്. മാർക്കറ്റ് സ്വതന്ത്രമാണ്, അവിടേക്ക് ഇടപെടാൻ പാടില്ല. അവസാനം കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞ കമ്മ്യൂണിസം മാർക്കറ്റിൽ ഇടപെടുന്നതിന് അധിക്ഷേപിച്ച മുതലാളിത്തത്തിന് പിന്നെ മാർക്കറ്റിൽ കൈവക്കേണ്ടി വന്നിരിക്കുക. ഇവിടെയാണ് ഇസ്ലാം അഭ്യുമായ അതിന്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വന്നത്. സമ്പത്ത് ദൈവത്തിന്റേതാണ്. നാം അവർക്ക് നൽകിയതിന് അവർ ചെലവഴിക്കട്ടെ. അഥവാ സമ്പത്ത് ദൈവത്തിന്റേതാണ്. സമ്പത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് അത് സമ്പാദിക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് അത് ചിലവഴിക്കേണ്ടത്. ആ സമ്പത്തിനാകട്ടെ ഒരുപാട് ആളുകൾക്ക് അവകാശമുണ്ട്, ആ സമ്പത്തിനാകട്ടെ ഒരുപാട് ആളുകൾക്ക് അവകാശമുണ്ട്. ആ അവകാശം കൊണ്ട് മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനായിരുന്നു തുറപ്പുയിരാമുഖറായും ഒന്നൊന്നിൽ നിന്നെടുക്കണം എന്നിട്ടില്ലാത്തവരിലേക്ക് കൊടുക്കണം, ഒന്നൊന്നിൽ നിന്നെടുക്കണം എന്നിട്ടില്ലാത്തവരിലേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അമ്മാലിയും അപ്പനും സാഹിബുകളും അഥവാ ഈ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിന് ഉള്ളവന്റെ പണത്തിൽ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു ദർശനം. സമ്പത്ത് എന്റെ എന്ന് പറയുന്നതാണ് ദൈവത്തിന്റേത്, എന്റെ സ്വത്തിൽ തന്നെ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രം. ഞാൻ സമയം വരുന്നതുകൊണ്ട് ഇത്രമാത്രം പറയുകയാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് ഇസ്ലാമിന്റെ സമ്പദ്ഘടനയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഒരു വായനയ്ക്ക് സന്നദ്ധമാകണം. ഇന്ത്യയിലെ 100 കോടി ജനവിഭാഗം ഒരാൾക്കൂട്ടമായി മുന്നോട്ട് പോയാൽ പരിഹരിക്കുന്നതല്ല ഇന്ത്യയുടെ പ്രശ്നം, മൗലികമാണ് പ്രശ്നം. ആ മൗലികമായ പ്രശ്നങ്ങളെ മൗലികമായി സമീപിക്കണമെന്ന് സന്നദ്ധമാകണം. നമ്മുടെ കയ്യിലുള്ള വേദാന്തങ്ങളും നമ്മുടെ കയ്യിലുള്ള ദർശനങ്ങളും ഈ പരിശോധനയിൽ നമ്മൾ പഠന വിധേയമാക്കണം. അവിടെ നിങ്ങൾ ഇസ്ലാമിക സമ്പദ്ഘടനയെ ഒരു മതത്തിന്റെ ഓരോരുത്ത ചട്ടക്കൂടിനപ്പുറത്ത് നിന്നുകൊണ്ടൊരു തത്വശാസ്ത്രത്തിന്റെ 14 നൂറ്റാണ്ടുകൾ കൊണ്ട് പിന്നീട് ചരിത്രത്തെ തനിയാവർത്തണമെന്ന സ്വഭാവത്തിൽ കടന്നുവരുന്ന ഒരു പുതുനാഗരികത ചരിത്രമാകിയ ഒരു ഐഡിയോളജിയെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ അന്വേഷണത്തിന് നിങ്ങൾ തുടക്കം വേണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ സാമൂഹ്യ സമത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കറിയാനുള്ള ഒബാമ ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റായി വാർത്തയാണ്. എന്തുകൊണ്ട് കറുത്തവൻ പ്രസിഡന്റായിരിക്കുന്നു? മാർട്ടിൻ ലൂതർ കിങ്ങിനും അബ്രഹാം ലിങ്കനും വന്ന ഗതി അദ്ദേഹത്തിന് വരാതിരിക്കട്ടെ. നമുക്കറിയാം മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നറിയില്ലേ? അദ്ദേഹത്തിന്റെ സ്വപ്നം കറുത്തവനും വെറുത്തവനും ഒന്നിച്ചിരിക്കുന്ന സ്വപ്നം, ഒന്നിച്ചിരിക്കുന്ന സ്വപ്നം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്വപ്നം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഞങ്ങളും 21ാം നൂറ്റാണ്ടിലും ആധുനികരെന്ന് പറയുന്ന പാശ്ചാത്യനെന്ന് പറയുന്ന പുരോഗതിക്കാരെന്ന് പറയുന്ന ഓർഡറിന്റെ അധികന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് ഈ 21ാം നൂറ്റാണ്ടിലും സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നത്തെ 14 നൂറ്റാണ്ടുകൾക്ക് മഹാനായ പ്രവാചകൻ സാക്ഷാത്കരിച്ച് സൽമാനുകൾ ഫാൻസിയെയും അതുപോലെ തന്നെ ബിലാലിനെയും ഒന്നിച്ചിരിച്ച് ഇന്നും ഞാൻ നിങ്ങൾക്കറിയാം, നമ്മൾ മക്ക സംബന്ധിക്കുമ്പോൾ ഞാൻ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കൂടി വന്ന വ്യക്തിയാണ്. കഅബാലയത്തിന്റെ ആ ഒന്നാമത്തെ ഫ്ലാറ്റിൽ നിന്നും ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സമുദ്രമാണ് ഒഴുകുന്നത്. കറുത്തവനും വെളുത്തവനും നീക്കോട് മാതൃക്കാരനും ഒറ്റക്കെട്ടായി ഒഴുകുന്ന ഒരു കാഴ്ച ഈ ലോകത്താർക്കാണ് സമ്മാനിക്കാൻ കഴിയുക. ഒരേ ദേശത്തോടെ ഒരേ കേന്ദ്രത്തിന് പ്രതീക്ഷമാനില്ല ഒരു ജനവിഭാഗം ജാതി മത എല്ലാവിധ അതിർത്തികൾക്കും അതിർവരമ്പുകൾക്കും അപ്പുറം മനുഷ്യനൊന്നാണെന്ന കാഴ്ചപ്പാട് കുല്ലുക്കും പിന്നാതെന്ന തുറ എന്നാമാധവന്റെ മക്കള് ഇന്നും സാമൂഹ്യ ഉച്ചനീചത്വങ്ങളുടെ ഗുണമുറങ്ങായിട്ട് എല്ലാ അഭ്യർത്ഥനകളുടെയും എല്ലാ അഭ്യർത്ഥനകളുടെയും വേദികൾ മാറിക്കൊണ്ടിരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെ രാജ്യത്തിന്റെ വിവേചനങ്ങളുടെ വലിയ അട്ടിമറികളുടെ ഘട്ടങ്ങളാണ് നമ്മുടെ ബ്യൂറോക്രസിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, പൊളിറ്റിക്സിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ അറ്റവേദികളിലും രാജ്യത്തെ വിവേചനങ്ങളുടെ കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു. മനുഷ്യനായി കാണാൻ തൊഴിലാളികളായി മാറ്റി നിർത്താതെ, മുതലാളികളായി വേർതിരിക്കാതെ, പെണ്ണായിട്ട് മാറ്റി നിർത്താതെ, കുട്ടികളായി പങ്കെടുക്കാതെ എല്ലാവരെയും പരിഗണിക്കുന്ന മനുഷ്യനെ ഒരു കുടുംബമായി കാണുന്ന ഒരു ദർശനത്തിലുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാമത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടിന് മുന്നോട്ട് വന്നത്. 21ാം നൂറ്റാണ്ടിന്റെ പ്രശ്നമല്ല. നമ്മൾ പറയുന്നു 21ാം നൂറ്റാണ്ടിന്റെ പ്രശ്നം
എന്തുകൊണ്ടോ അവന്റെ നാട്ടിനത് പറ്റില്ല. അവൻ നാട്ടിനെ എല്ലാം അവന്റെ സുഖസൗകര്യങ്ങളെയും ഉച്ചിഷ്ടം പുതിക്കാൻ ഈ രാജ്യത്തെ 3 ലോകരാജ്യങ്ങൾ സന്നദ്ധമാകണം. ഈ തലമുറയുടെ വികസന കാഴ്ചപ്പാടിന്റെ ദുരന്തം പാരിസ്ഥിതികമായ പ്രത്യാഘാതമാണ്. ആ പാരിസ്ഥിതികമായ പ്രത്യാഘാതമാകാത്ത ലോകത്തിന്റെ താങ്ങാൻ കഴിയാത്തതാണ്. ഓസോൺ പാടുകൾക്ക് വേറൊന്നും വിളിക്കുന്നു. നമ്മെ ആശങ്കിപ്പിക്കുന്ന വാർത്തകളോട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. കുടിവെള്ളത്തിന്റെ പ്രശ്നം മിഡിൽ ഈസ്റ്റിൽ എന്തിന് അമേരിക്ക ആധിപത്യം ചെലുത്തുന്നു? ഒരു ഭാഗത്ത് എണ്ണയ്ക്ക് വേണ്ടി ആധിപത്യം ചെലുത്തുമ്പോൾ മറുഭാഗത്ത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ആധിപത്യം ചെലുത്തുമ്പോൾ വെള്ളത്തിന് വേണ്ടി അയ്യൂപ്രത്തീസിലെ വെള്ളത്തിന് വേണ്ടി ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ വിവിധ പദ്ധതികളെ നമ്മൾ എടുക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതി ഞങ്ങളാരും ഒതുങ്ങുക കാണുന്നത് കിട്ടാൻ പോലും ധൈര്യമില്ല. അഥവാ നമ്മുടെ രാജ്യത്തെ കൊച്ചു കേരളത്തിലെ പോലും പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളുള്ള ഇത്തരത്തിലുള്ള കമ്പനികൾ കണ്ടെത്തി ചാനലുകളിലൂടെ കണ്ടെത്തി ഉപഗ്രഹ ചാനലുകളിലൂടെ കണ്ടെത്തി കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ലോകത്തിന്റെ വിഭവങ്ങൾ എല്ലാം കൈയടക്കി വെക്കുന്ന അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പാരിസ്ഥിതികമായ കാഴ്ചപ്പാട് ഈ നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതല്ല. ഏതോ ദോഷി നോക്കിയ എന്നിട്ട് താഴ്മേറ്റ് നോക്കിയ എന്നിട്ട് മുന്നിൽ ബാക്കോട്ട് വെച്ച എന്നിട്ടാണോ കണ്ണോ എന്ന് ചെയ്യാത്ത എന്നിട്ടാണും ഒന്നിച്ചു നടക്കുന്ന എന്തോ ഒരു ലോകമാണ് പരിസ്ഥിതിവാദം നമ്മൾ എത്തിച്ചിരിക്കണമില്ല. 14 നൂറ്റാണ്ട് വെള്ളത്തെക്കുറിച്ച് പ്രവാചകനെ പഠിപ്പിച്ചോ, അതിന്റെ പൊതു അവകാശത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചോ, അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചോ, അതുപോലെ തന്നെ പൊതു മര്യാദകളെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചോ, മരണത്തിന് മുമ്പ് എന്ന് പ്രവാചകൻ നമുക്ക് ഉദ്ബോധനം നൽകി. എന്തിനാണ് അതൊക്കെ നൽകുക? കൃഷി പുണ്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചോ. ലാഭക്ഷേത്രങ്ങൾ റിയൽ എസ്റ്റേറ്റിനേക്കാൾ ലാഭമാണോ കൃഷി? നമ്മുടെ ഒരുപക്ഷെ കേരളത്തിന് അന്ന് കേരളത്തിന് എറണാകുളത്തിലെത്തിയ കുറച്ചുകൂടി കൂടുതൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യമാണ് ഈ ലാഭക്ഷേത്ര കണക്കിലേക്കപ്പുറം കൃഷി പുണ്യമാണോ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. കൃഷി പുണ്യമാണ്. നീ ചെയ്യുന്ന കൃഷിയിൽ നിന്ന് കൊത്തിയെടുത്ത ധാന്യമണി ഒരു പറവയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ അതിനേക്കുള്ള ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ഇത്രമാത്രം പാരിസ്ഥിതിക വിദ്യാഭ്യാസം നൽകിയ ഒരു ദർശനം കാർഷിക വൃത്തിയെ അട്ടിമറിച്ചുകൊണ്ട് ലാഭേച്ഛയിലധികമായ കൊള്ളലാഭത്തിന്റെ ഒരു ലോകത്തെ ജീവിക്കുന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാർഷിക രംഗത്തുള്ള പാരിസ്ഥിതിക രംഗത്തുള്ള കാഴ്ചപ്പാട് പഠന വിധേയമാക്കേണ്ടതുണ്ട്. അവർഗീയമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് ഇസ്ലാം ഒരു സമുദായത്തെ സൃഷ്ടിക്കുന്നില്ല. ഇസ്ലാം ഒരു സമുദായത്തെ സൃഷ്ടിക്കുന്നില്ല. റൈറ്റ് ഓർ റോങ് കൺട്രോൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളല്ല. തെറ്റായാലും ശരിയായാലും എന്റെ സമുദായം ഇത് ഇസ്ലാമിന്റെ നിലപാടല്ല. ഇസ്ലാം ഒരു ആദർശ സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നത്. സ്വന്തം മോൾ നിങ്ങൾക്കറിയില്ലേ, എന്റെ മോൾ ഫാത്തിമയാണ് കടന്നു നടത്തുന്നതെങ്കിൽ ഫാത്തിമാനെ കൈയാൻ കിട്ടും എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുജന്മാർക്ക് വർഗീയവാദിയാവുക സാധ്യമല്ല, സാമുദായികവാദിയാവുക സാധ്യമല്ല. അഥവാ അവർഗീയ സമൂഹത്തെ മഹാനായ പ്രവാചകന്റെ സ്വന്തമായി സ്വന്തം സൃഷ്ടിച്ചോ. ഇവരെ ജനവിഭാഗത്തോട് ഏറ്റവും ഉയർന്ന നിലപാട് സ്വീകരിച്ചോ അഥവാ ബഹുസ്വരതയെ ഇസ്ലാം അംഗീകരിക്കുന്നു. ഇസ്ലാം ഒരു ഏകശില സമൂഹത്തെയല്ല വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. ബഹുസ്വര സമൂഹത്തെയാണ് ആളുകൾക്ക് അംഗീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, നിങ്ങൾക്ക് നന്ദി കെട്ടവരാകാം. നന്ദി കെട്ടവരെ പിടികൂടുന്നത് പടത്തളത്തിന്റെ എടുക്കലുള്ള വിധിയാണ്. ആ വിധി നടപ്പാക്കാൻ നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഇവരെ മതവിഭാഗത്തിന്റെ ആരാധനാമൂർത്തികളെ അംഗീകരിക്കുന്ന അവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഇവരൊക്കെ സമൂഹമാണെന്ന് പ്രഖ്യാപിച്ച അവരുമായി പല കരാറുകളിലും ഒപ്പുവെച്ച അവരുടെ വിശ്വാസത്തോടും പരിഗണിച്ചു കൊടുത്ത അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയെല്ലാം സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത മഹാനായ പ്രവാചകൻ അനുജന്മാർക്ക് വർഗീയവാദിയാവുക സാധ്യമല്ല, അസഹിഷ്ണുക്കളാകാൻ സാധ്യമല്ല, അതുപോലെ തന്നെ ഭീകരവാദിയാകാൻ സാധ്യമല്ല. ഒരു വിശുദ്ധ ഒരു വ്യക്തി വധിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ വധിക്കുന്നതിന് സമാനമാണ്. ഒരു വ്യക്തി ജീവിക്കാൻ അനുവദിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ ജീവിക്കാൻ അനുവദിച്ചതിന് സമാധാനമാണ്. മനുഷ്യന്റെ രക്തം പവിത്രമാണെന്ന് പഠിപ്പിച്ച, അഭിമാനം പവിത്രമാണെന്ന് പഠിപ്പിച്ച, സമ്പത്ത് പവിത്രമാണെന്ന് പഠിപ്പിച്ച, അത് കവർന്നെടുക്കരുതെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകന്റെ അനുഗ്രഹങ്ങൾക്ക് ഭീകരതയുടെ ഏതെങ്കിലുമുള്ള രേഖപ്പെടുത്തിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുവാൻ സാധ്യമല്ല എന്നത് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപരവൽക്കരിക്കുവാൻ സാധ്യമല്ല എന്നത് ജീവിതം കൊണ്ട് ആദർശ സമൂഹം തെളിയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ വർഗീയതയോടും ഫാസിസത്തോടും മുതലാളിത്തത്തോടുമൊക്കെ അതിശക്തമായ സമീപനം വെച്ച് പുലർത്തുന്ന ഒരു സാമൂഹ്യ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. സൗഹൃദ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. വർഗീയതയെ മുഖം നോക്കാതെ എതിർക്കാൻ, അതുപോലെ തന്നെ ഭീകരവാദത്തെ മുഖം നോക്കാതെ എതിർക്കാൻ ഈ ശക്തികൾക്ക് സാധിക്കേണ്ടതുണ്ട്.
അതിനപ്പുറം ശാശ്വതമായ മൗലികമായ പരിഹാരത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ മതങ്ങളുടെ, ദർശനങ്ങളുടെ, തത്വശാസ്ത്രങ്ങളുടെ, ആത്മീയ ലോകത്ത് നിന്ന് നിൽക്കുന്ന സംഭവവികാസങ്ങളുടെ, സാങ്കേതികതകളുടെ ഉദ്ധാനപതനങ്ങളുടെ ചരിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പുതിയ വെളിച്ചത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ആ പുതിയ വെളിച്ച ലോകത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെക്കുറിച്ച് പഠനവിധേയമാക്കാൻ ഒരു മുൻവിധിയില്ലാതെ എന്റെ സുഹൃത്തുക്കൾ സന്നദ്ധമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.